ആട്ടക്കാലം ഓണം പൊന്നോണമായി ഉലകിയും ആവേശത്താളത്തിനോണം ഓണം പൊന്നോണമായി തിരുവാതിരയാടും ആമുടിത്തെ ആട്ടക്കാലം പൊന്നോണമായി തിരുവാതിരയാടും ആമുടിത്തെ ആട്ടക്കാലം. നമസ്തേ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തിരുവോണ ദിനാശംസകൾ. സദാനന്ദൻ നെടുതലംജി അങ്ങേറ്റത്തേക്ക് നിൽക്കുന്ന ആളിനെ ഫ്രെയിമിൽ കയറ്റാനായിട്ടുള്ള ഒരു ചെറിയ ഡിലയാണ്. ഓണപ്പാട്ട് പാടിപ്പിച്ചിട്ട് തന്നെ ഞാൻ ഇവിടെ ഇന്നലെ ഞാൻ വാക്ക് തന്നിരുന്നു, ഇന്നത്തെ ഫ്രെയിം നിറഞ്ഞ് കവിഞ്ഞ് നിന്നിരിക്കും. ഇന്നത്തെ ഫ്രെയിം നിറഞ്ഞ് കവിഞ്ഞിരിക്കും, നല്ല നിറമുള്ള ഫ്രെയിം ആയിരിക്കും എന്ന് പറഞ്ഞിരുന്നു. ആ വാക്ക് പാലിച്ചിരിക്കുന്നു. ഞാൻ പ്രദീപ് പിള്ള. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ അനു സുരജ്. ഞാൻ വീണ പ്രസാദ്. തിരുവോണ ദിനാശംസകൾ. ഞാൻ രോഹിണി മഹേഷ്. ഞാൻ കൃഷ്ണരാജ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി തിരുവോണാശംസകൾ നേരുന്നു. എന്തായാലും രണ്ടറ്റത്ത് നിൽക്കുന്നവർ കൊണ്ടും കൊടുത്തും കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്കിനി മറ്റ് കാര്യപരിപാടികളിലേക്ക് കിടക്കാൻ തോന്നുന്നു. ഞാനൊരു കാര്യം പറയട്ടെ, എന്തായാലും ലേറ്റ് ആയി. എന്നാ പിന്നെ പ്രധാന വാർത്തകളൊന്നും തുടങ്ങിയിരുന്നെങ്കിൽ അറിയാമായിരുന്നു. ശരി, അപ്പോ പ്രധാന വാർത്തകൾ. ഓണം പൊന്നോണമായി ഉലകിയും ആവേശത്താളത്തിനോണം. പുലർന്നു തിരുവോണം. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ആഘോഷമാക്കാൻ മലയാളികൾ. മുറ്റങ്ങളിൽ പൂക്കളങ്ങൾ, അടുക്കളകളിൽ സദ്യയൊരുക്കം. മലയാളക്കരയ്ക്ക് ജനം ടിവിയുടെ തിരുവോണാശംസകൾ. ആചാരപ്പെരുമയോടെ ആറന്മുളയിൽ ഓണസദ്യ. വിഭവങ്ങളുമായി തിരുവോണ തോണിയെത്തി ഗുരുവായൂരും ശബരിമലയും വിശേഷാൽ പൂജകൾ. മലപ്പുറത്ത് വീണ്ടും നിപ്പ മരണമെന്ന് സംശയം. ജാഗ്രതയോടെ ആരോഗ്യവകുപ്പ്. വണ്ടൂർ സ്വദേശിയുടെ പ്രാഥമിക പരിശോധനാ ഫലം പോസിറ്റീവ്. വീണ്ടും ISL ആരവം. കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നിറങ്ങും, പഞ്ചാബ് FCയെ നേരിടും. മത്സരം രാത്രി 7:30 മുതൽ കൊച്ചിയിൽ. ഡയമണ്ട് ലീഗ് ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര രണ്ടാമത്. ആയതുകൊണ്ട് ഓണം പൊന്നോണം പ്രധാന വാർത്തകൾ കുറവാണ്. എനിക്കത് വായിക്കേണ്ടി വന്നതില്ല. എനിക്ക് വായിക്കേണ്ടി വന്നതാവട്ടെ നിപ്പ മരണം പോലുള്ളൊരു തിരുവോണ പോസിറ്റീവായി എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് വാർത്ത അല്ലേ? ശരി, സങ്കടകരമാണ്. ഏതായാലും നോക്കാം നമുക്ക് ഓണവാർത്തകൾ. അതെ. ഓണം പൊന്നോണമായി തിരുവാതിരയാടും ആമുടിത്തെ ആട്ടക്കാലം ഓണം പൊന്നോണമായി ഉലകിയും ആവേശത്താളത്തിനോണം ഓണം പൊന്നോണമായി തിരുവാതിരയാടും ആമുടിത്തെ ആട്ടക്കാലം. എത്തിയിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ നിപ്പ വായിക്കേണ്ടി വന്നു, പക്ഷെ അത് ആശങ്കയും ജാഗ്രതയും ഒക്കെ ആയിട്ട് നമ്മുടെ മുമ്പിൽ യാഥാർത്ഥ്യമായിട്ട് നിൽക്കുകയാണ്. തിരുവോണ പുലരിയിൽ ആ ജാഗ്രത കൈവിടാതിരിക്കട്ടെ, എന്തായാലും നിപ്പ അല്ലാതിരിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം, പ്രതീക്ഷിക്കാം. പക്ഷെ നമുക്ക് വീണ്ടും തിരുവോണത്തിൻ്റെ വിശേഷങ്ങൾ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടേയിരിക്കാം. പൂക്കളം ഇട്ടും കോടിയൊടുത്തും വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കിയും ലോകമെമ്പാടുമുള്ള മലയാളികളാണ് ഇന്ന് ഓണം ആഘോഷിക്കുന്നത്. എന്തായാലും മലയാളികൾക്ക് നന്മയുള്ള നല്ല ഓർമ്മകൾ കൂടിയാണ് ഓരോ ഓണവും സമ്മാനിക്കുന്നത്. ലോകത്തിന്റെ ഏതു കോണിലായാലും ഓണത്തിന് വീട്ടിലേക്കെത്താൻ ഓരോ മലയാളികളും പരമാവധി ശ്രമിക്കും. ഒഴിച്ചുകൂടാനാവാത്ത ആഘോഷമാണ് കേരളീയർക്ക് തിരുവോണം. അത്തം മുതൽ ആരംഭിക്കുന്ന സന്തോഷം തിരുവോണത്തിന് ഓരോ വീട്ടിലും പെയ്തിറങ്ങും. പുലർച്ചെയുള്ള ക്ഷേത്ര ദർശനമാണ് തിരുവോണ ദിനത്തിലെ പ്രധാന പതിവ്. തുടർന്ന് വീട്ടുമുറ്റത്ത് പൂക്കളമൊരുക്കൽ. ശേഷം ഓണക്കോടിയെടുത്ത് ഓണസദ്യ ഒരുക്കുന്നതിനുള്ള തയ്യാറെടുപ്പ്. ഉച്ചയ്ക്ക് കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ഓണസദ്യ. ഓണത്തിനോടനുബന്ധിച്ച് വ്യാപാര കേന്ദ്രങ്ങളിലെല്ലാം വലിയ തിരക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അനുഭവപ്പെട്ടത്. ഓണവിപണി മുൻകൂട്ടി കണ്ട് തമിഴ്നാട്ടിൽ നിന്നുൾപ്പെടെ പച്ചക്കറി കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്തിരുന്നു. പൂക്കളും അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിന്റെ വിപണിയിലെത്തി. വസ്ത്ര, ഗൃഹോപകരണ, ഇലക്ട്രോണിക്സ് വിപണികളും സജീവമായിരുന്നു.
കാലം എത്ര കടന്നുപോയാലും ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പര്യായമായ തിരുവോണം മലയാളികൾക്ക് എന്നും ഏറെ പ്രിയപ്പെട്ടതായിരിക്കും. ജനം, കോഴിക്കോട്. ഈ വീണ മാഡം സൂപ്പർ അടിപൊളി എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞിട്ടില്ല. വീണ മേഡം ഹരിക്കോലത്തിൽ എന്താ വാങ്ങിച്ചു കൊടുത്തത്? വീണ മേഡം വന്നപ്പോഴാണ് ജനൻ ടി വി ഉഷാറായി. ഉണർന്നത് മാത്രമല്ല, അല്ല നമുക്ക് പോകാം. പുത്തപ്പുലരിയുടെ പ്രേക്ഷകർ അങ്ങനെ തന്നെയല്ലേ? രാവിലെ ഒരുപക്ഷെ നമുക്ക് മുന്നേ തയ്യാറായി കമന്റ് ബോക്സിൽ വന്ന് എപ്പോഴും ഒത്തുചേരുന്നത് അവരാണ്. എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട ഓണമായിട്ട് പോലും അവർ നമ്മുടെ കൂടെ ഉണ്ട്. അല്ലേ? അതാണ് സദാനന്ദൻ നെടുവൻ, ഉഷ നെടുവൻ, രാജൻ ചെങ്ങാട്ട്, നമസ്തേ. നമസ്തേ എന്നുള്ള പേര് എവിടെയാണെന്ന് മാത്രം എനിക്കറിയാം. നമസ്തേ എന്നുള്ള പേരും യൂസർ നെയിം മാത്രമേ അറിയാവുള്ളൂ. ഇവിടുത്തെ ID US എവിടെയാണ്. നമ്മുടെ പുത്തപ്പുലരി തുടങ്ങുമ്പോൾ അല്ല, നമ്മുടെ 11 മണിയാകുമ്പോൾ അവിടെ 1:30 മണിയാണെന്ന് പറഞ്ഞു. അത്ര അറിയാവുള്ളൂ. ബാബുജി വന്നിട്ടുണ്ട്, വിജേഷ് ഉണ്ട്, നന്ദനാർ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ട്, പിന്നാലെ വരാൻ സുഗതനുണ്ട്, രാജ് പിള്ളൈ, ഗണേഷ് കുമാർ. ഇനി പരാതി പ്രവാഹമായിരിക്കും ഗണേശ് വിട്ടുപോയി കഴിഞ്ഞാൽ. എന്തായാലും എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി മുരളീധരൻ ജി എത്തിയിട്ടുണ്ട്, രവീന്ദ്രൻ TKR ഉണ്ട്, മുരളീധരൻ P. ഓൾറൈറ്റ്. ഇടയ്ക്ക് കൃഷ്ണരാജ വായിച്ച ഒരു സന്ദേശമുണ്ട് അല്ലേ ശ്രീനന്ദനാരുടെ? അതെ അതെ, ഒരാൾ മാത്രം സാരി ഉടുക്കാത്ത മോശമായി പോയി. വളരെ മോശം. അത് ഓർമ്മിപ്പിക്കുകയായിരുന്നു അല്ലേ? എന്നുവെച്ചാല് ഈ മഴവില്ലിനിടയില് വ്യത്യസ്തയാകണം. രാവിലെ തുടങ്ങിയത്, അത് ഇന്നലെ തുടങ്ങിയായിരുന്നു. ഇവർക്കൊക്കെ ഹരിക്കോലത്തായിരുന്നു എപ്പോഴും മെസ്സേജ് ഞാൻ എപ്പോഴും ഡിഫറെന്റ് മെസ്സേജ് അയച്ച എപ്പോഴായിരുന്നു? എല്ലാ ദിവസവും നമ്മുടെ സ്ഥിരം പ്രേക്ഷകനല്ലേ അദ്ദേഹം. അതിൽ വേറൊരു രസം എന്ന് വെച്ചാൽ ഇന്നലെ ഞങ്ങളോട് സാരി ഉടുക്കാൻ പറഞ്ഞിട്ട് മനഃപൂർവ്വം മാറി വന്നു എന്നതുകൂടി. ഒരു സിനിമയെ കണ്ടതുപോലെ നിറം ഓർമ്മയില്ലേ? വ്യത്യസ്തമാണ്. അതെ, ഒരേ നിറം ഇട്ട് വല്ലോ എന്ന് വിചാരിച്ചിട്ട് വേറെ നിറം ഇട്ട് പോയി. അപ്പൊ അതുപോലെ ആയിപ്പോയി. ഏതായാലും നമുക്ക് മറ്റു വിശേഷങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. നമ്മുടെ റിപ്പോർട്ടർമാരിലേക്ക് പോകേണ്ടതുണ്ടല്ലേ? വിവിധ ഇടങ്ങളിലെ ഓണം എങ്ങനെയായിരിക്കും? ഒരുമയുടെയും തീർച്ചയായും ഒത്തുചേരലിന്റെയും പ്രതീക്ഷയുടെയും ഒക്കെ തിരുവോണമാണ് ഇങ്ങനെ പുലർന്നിരിക്കുന്നത്. നമുക്ക് വിവിധ ഇടങ്ങളിൽ നിന്നും പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പ്രതിനിധികളൊക്കെ ചേരുന്നുണ്ട്. അവരിലേക്ക് പെട്ടെന്ന് തന്നെ എത്താം. അതിൽ ആറന്മുള ക്ഷേത്രത്തിൽ നിന്ന് CG ഉമേഷ് രാവിലെ മുതൽ തന്നെ തയ്യാറായി നിൽക്കുകയാണ്. തിരുവോണത്തോണി എത്തിച്ചത് 5 മണിക്കാണ് തോന്നുന്നല്ലേ? CG ഉമേഷ്, നമസ്തേ, സ്വാഗതം പുത്തമ്പുലരിയിലേക്ക്. ഞങ്ങളുടെ എല്ലാവരുടെയും തിരുവോണ ആശംസകൾ. അവിടുത്തെ വിശേഷം പറയൂ. ഒരുപാട് വിശദമായി പറയേണ്ട വിശക്കുന്നുണ്ട്. എന്തായാലും സദ്യയുണ്ട്, തിരുവോണത്തോണിയുണ്ട്, സമൃദ്ധമായ കാഴ്ചകൾക്ക് നടുവിലാണ് ഉമേഷ് നിൽക്കുന്നത്. ആ നിറഞ്ഞ ചിരിയിലുമുണ്ട് ആ ഐശ്വര്യവും സന്തോഷവും. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എനിക്ക് പിന്നിൽ കാണുന്ന താളമാണ് ഈ ആഘോഷമാണ് ഓണത്തിന് കേരളത്തിന് ആറന്മുള നൽകിയിരിക്കുന്നത്. നമ്മുടെ ഓണാഘോഷങ്ങളുടെ ഒക്കെ താളം ഈ വഞ്ചിപ്പാട്ടാണ്. ആറന്മുളയെ സംബന്ധിച്ച്, ആറന്മുളയുടെ 52 പള്ളിയോടക്കരകളെ സംബന്ധിച്ച് ഈ പള്ളിയോടവും ആറന്മുള ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് അവരുടെ എല്ലാ ഓണാഘോഷവും. ഇന്ന് എല്ലാവരും കേരളത്തിലെ മറ്റിടങ്ങളിലൊക്കെ എല്ലാവരും സ്വന്തം വീട്ടിൽ സദ്യയൊക്കെ തയ്യാറാക്കി ബന്ധുക്കളൊക്കെ സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോൾ ആറന്മുളയും അതിന്റെ 52 പള്ളിയോടക്കരകളും ഒക്കെ ഇങ്ങ് ഓടിയെത്തുന്നത് തിരുവാറന്മുളയപ്പന് മുമ്പിലേക്കാണ്. ഇവിടെ എത്തി ഒന്ന് പള്ളിയോടം കണ്ട് തിരുവോണ വിഭവങ്ങളുമായി എത്തുന്ന തിരുവോണത്തോണി ഒന്ന് കാണുക, അത് കണ്ട് തിരുവാറന്മുളയപ്പനെ കണ്ട് അനുഗ്രഹം വാങ്ങി മടങ്ങുക എന്നുള്ളതാണ് ഈ 52 പള്ളിയോടക്കരകളുടെയും ഒക്കെ ഒരു ജീവിത ശൈലി. ആറന്മുളയുടെ ഒരു ഓണശൈലി അങ്ങനെയാണ്. 52 പള്ളിയോടക്കരകൾ എന്ന് പറയുമ്പോൾ അത് ആറന്മുളയ്ക്ക് ചുറ്റും മാത്രമല്ല, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലായി അങ്ങനെ പറന്ന് വിശാലമായി കിടക്കുന്ന ഒരു മേഖലയാണ്. 2 ജില്ലകളിലായി അങ്ങനെ പറന്ന് കിടക്കുന്ന വലിയൊരു മേഖല മുഴുവൻ ഓണം ആഘോഷിക്കുന്നത് അവരുടെ ഓണത്തിന്റെ എല്ലാ രീതിയും ആറന്മുളയുമായി ബന്ധപ്പെട്ടതാണ്. ഇന്നലെ വൈകുന്നേരത്തോടുകൂടി കാട്ടൂരിൽ നിന്ന് പുറപ്പെട്ട തിരുവോണത്തോണി പുലർച്ചെ 5:00 ആറന്മുള ക്ഷേത്രത്തിൽ എത്തി. തിരുവോണത്തോണിയിൽ കൊണ്ടുവന്ന വിഭവങ്ങളൊക്കെ ആറന്മുളയപ്പനെ സമർപ്പിച്ച് കാട്ടൂർ കരക്കാരൊക്കെ ഇനി കാത്തിരിക്കുകയാണ്. ഒപ്പം ക്ഷേത്രത്തിന്റെ കടവിലൊക്കെ തിരുവോണത്തോണി വരാനായി കാത്തിരുന്ന ആയിരക്കണക്കിന് ആളുകൾ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അവരൊക്കെ ഇങ്ങനെ കാത്തിരിക്കുകയാണ് ദർശനം നടത്തി മടങ്ങാനായി. ഒപ്പം ഓണസദ്യ ഈ തിരുവാറന്മുളയപ്പന്റെ മണ്ണിൽ നിന്ന് ഓണസദ്യ കഴിക്കാനായി ഒക്കെ അതിനുള്ള തിരക്കും ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. എനിക്ക് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പിന്നിൽ കേൾക്കുന്ന ഈ വഞ്ചിപ്പാട്ട്, ഈ വള്ളപ്പാട്ടാണ് ആറന്മുളയുടെ ഒരു താളം. ഈ തിരുവോണമല്ല ശരിക്കും ആറന്മുളയെ സംബന്ധിച്ച് ഓണം. ഇനി ഉത്രട്ടാതിയിലേക്ക് കടക്കാൻ പോവുകയാണ്. ഉത്രട്ടാതിയാണ് ആറന്മുളയെ സംബന്ധിച്ച് അവരുടെ ഓണവും പൂരവും ഒക്കെ. ആറന്മുളയ്ക്ക് ഉത്രട്ടാതിയാണ്, ഉത്രട്ടാതിയുടെ ജലമേളയാണ് അവരുടെ എല്ലാമായ ആഘോഷം. അതിനുള്ള തയ്യാറെടുപ്പുകളിലാണ്. എന്നാൽ ആചാരപരമായി ഏറെ പ്രാധാന്യമുള്ള തിരുവോണത്തോണിയുടെ വരവും തിരുവോണത്തോണിക്കുള്ള സ്വീകരണം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഓരോ കരകളായി ഈ തിരുവോണത്തോണിക്ക് അകമ്പടിയായി എത്തിയ പള്ളിയോടങ്ങളുണ്ട്. ആ പള്ളിയോടങ്ങളിലെ കരക്കാരാണ് ഇപ്പോൾ തിരുവാറന്മുളയ്ക്ക് മുമ്പിൽ കൊടിമരച്ചൂട്ടിലെത്തിയപ്പോൾ പാട്ടുപാടി, വഞ്ചിപ്പാട്ടുപാടി സർവ്വവും ഭഗവാന് സമർപ്പിച്ച ആ മടങ്ങാനുള്ള കരകളിലേക്ക് മടങ്ങാനുള്ള ആ തയ്യാറെടുപ്പുകളൊക്കെയാണ് നമ്മളിപ്പോൾ കാണുന്നത്.
ആ അത്തപ്പൂക്കളം കണ്ടോ? കണ്ണൻ കണ്ണനാണ് ഒത്ത നടുക്ക്. ഉമേഷ്, ആ പൂക്കളം ഒന്നുകൂടി കാണിക്കാൻ പറയണേ നമ്മുടെ വിജയോട്. കാര്യം ആ അത്തപ്പൂക്കളത്തിന്റെ ഒത്ത നടുക്ക് കണ്ണനെ കണ്ടു. നിരനിരയായ ആൾക്കാർ ക്യൂ നിൽക്കുന്നു. ഉമേഷ്, ഇനിയുള്ള ചടങ്ങുകൾ എന്തൊക്കെയാണ്? കൃഷ്ണരാജ് പറഞ്ഞത് ഒത്ത നടുക്ക് കൃഷ്ണ ഒത്ത നടുക്ക് ഇപ്പോ ഉണ്ണിക്കണ്ണനാണ്. അല്ല, ഞാൻ ആദ്യം പറഞ്ഞ ഉണ്ണിക്കണ്ണനെയാണ്. ശരി, ഏതായാലും ഇതൊരു പൂക്കളം തന്നെ. ഉമേഷ് കേൾക്കുന്നില്ല എന്ന് തോന്നുന്നു. ഉമേഷിലേക്ക് എത്താം. എന്തായാലും മനോജിലേക്ക് നമുക്ക് പോകാമെന്ന് തോന്നുന്നു. കാരണം മനോജ് ഗുരുവായൂരാണ്. മനോജ് കേൾക്കാമെങ്കിൽ നമസ്തേ. തിരുവോണാശംസകൾ. പുത്തമ്പുലരിയിലേക്ക് സ്വാഗതം. ഒരിക്കൽ കൂടി ഗുരുവായൂരില്ല നമുക്ക് എന്താ ആഘോഷം? അവിടുത്തെ കാഴ്ചകൾ എന്താണ്? ഗുരുവായൂരപ്പനെ വണങ്ങാനായി എത്തിയുടെ നീണ്ട നിരയാണോ? പ്രത്യേക പൂജകളുണ്ടോ? എന്തൊക്കെയാണ് ഗുരുവായൂർ വിശേഷങ്ങൾ? നമസ്തേ പ്രദീപിള്ള, എല്ലാവർക്കും ഓണാശംസകൾ. ഈ ഗുരുവായൂർ അമ്പലനടയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ തന്നെ ആ ഒരു തിരക്ക് നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്ന് തിരുവോണ ദിനത്തിൽ കണ്ണനെ ദർശിക്കുവാൻ വേണ്ടി നിരവധി ഭക്തജനങ്ങളാണ് ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ ഈ ഉണ്ണിക്കണ്ണനെ തിരുനടയ്ക്ക് മുന്നിൽ ഒരു അത്തപ്പൂക്കളമൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അത്തം ദിനം മുതൽ ഈ 10 ദിവസവും ഇത്തരത്തിലൊരു അത്തപ്പൂക്കളം ഇവിടെ ഈ ഗുരുവായൂർ അമ്പലനടയിൽ തന്നെ ഒരുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിരവധി ഭക്തജനങ്ങൾ രാവിലെ മുതൽ ഇങ്ങോട്ടേക്ക് എത്തുന്ന കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും ഈ തിരുവോണാഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള ഉത്രാടം കാഴ്ചക്കുല സമർപ്പണം കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. അതിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. നിരവധി പേർ ഈ കാഴ്ചക്കുലയുമായി കണ്ണനെ ദർശിക്കാനെത്തി. അതിനുശേഷം ഇപ്പോൾ ഈ തിരുവോണ ദിനത്തിൽ രാവിലെ മുതൽ തന്നെ ഇവിടെ ഈ ഒരു തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഈ രാവിലെ തന്നെ വിശേഷാൽ കാഴ്ച ശീവേലി ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടന്നിരുന്നു. അതിൽ തന്നെ വിശേഷാൽ മേളം അടക്കം നടന്നിരുന്നു. അതിനുശേഷം ഭക്തജനങ്ങൾ അങ്ങനെ വരി നിൽക്കുവാണ് കണ്ണനെ കാണുവാൻ വേണ്ടി. കണ്ണനെ ഈ തിരുവോണ നാളിൽ ഒരു നോക്ക് കാണുന്ന ആ ഒരു പുണ്യത്തിന് വേണ്ടിയിട്ടൊക്കെ തന്നെ ഇവിടെ ജനങ്ങളൊക്കെ അങ്ങനെ ആ ഒരു തിരക്കൊന്നും വകവയ്ക്കാതെ ഇവിടെ നിൽക്കുകയാണ്, കാത്തു നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ രാവിലെ ഉണ്ണിക്കണ്ണന് ഓണപ്പുടവ സമർപ്പണം നടന്നിരുന്നു. ഈ ക്ഷേത്രം ഊരാളനാണ് ആദ്യമായി ഉണ്ണിക്കണ്ണന് ഈ ഒരു ഓണപ്പുടവ സമർപ്പിച്ചത്. അതോടൊപ്പം തന്നെ ഇവിടെ ഭക്തജനങ്ങൾ നിരവധിയായി ഉണ്ട്. അവരൊക്കെ തന്നെ വരി നിൽക്കുന്ന ആ ഒരു കാഴ്ച, ആ തിരക്കൊക്കെ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. എന്തായാലും എവിടുന്നാ വരുന്നത്? ചേർത്തല രാവിലെ മുതൽ കണ്ണനെ കാണുവാൻ വേണ്ടി നിൽക്കുകയാണ്. അതെ, കണ്ടു. കണ്ണനെ കണ്ടു, തൊഴുതിട്ട് അങ്ങനെ വീണ്ടും ഇവിടെ നിൽക്കുകയാണ്. പോവാ ഇനി. ഇന്ന് ഇവിടെ തിരുവോണ സദ്യയൊക്കെ ഉണ്ട്. തിരുവോണ സദ്യ ഉണ്ട്. അത് തിരക്കാ, ഭയങ്കര തിരക്കാ. നോക്കി തീർച്ചയായും അത് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ഈ ഉണ്ണിക്കണ്ണന്റെ നടയിൽ നമ്മളോടൊപ്പം ചേരുന്നത് ഈ ഗുരുവായൂർ മണികണ്ഠനാണ്, ഭാഗവതരാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു തിരുവോണ ദിവസം ഈ ഗുരുവായൂർ കണ്ണന്റെ നടയിൽ നിന്നിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഒരു 2 വരി. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. തിരുവോണ നാളിലെ വാമനാവതാരത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ കലിയുഗത്തിൽ ജീവിക്കുന്ന ഭക്തജനങ്ങളുടെ മനസ്സിലുള്ള അഹങ്കാരത്തെ മാറ്റി എന്നും മനസ്സിൽ സന്തോഷം വ്യാപിക്കാനുള്ള ഒരു സുദിനമാണ് തിരുവോണം. നമ്മൾ വാമനാവതാരമൂർത്തി ബാക്കി അവതാരങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. കാരണം അടുത്ത കൃഷ്ണാവതാരത്തിന് മുമ്പായിക്കൊണ്ട് ഈ മഹാബലി യാഗം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഒരു വാമനന്റെ രൂപത്തിൽ, ഒരു വടുവിൻ്റെ രൂപത്തിൽ ചെന്ന വഴിക്ക് തന്നെ ആദ്യം കണ്ടതെന്താ വെച്ചാൽ മഹാബലിയുടെ മകള് ആ ചന്ദ്രലേഖ നോക്കി, ഈ നല്ല കുട്ടിയാണല്ലോ, എനിക്ക് ഇതിനൊന്ന് ഉമ്മ വയ്ക്കണം അല്ലെങ്കിൽ മുല കൊടുക്കണമെന്നും ആര് ചിന്തിച്ചു? മഹാബലിയുടെ മകള്. കുറച്ച് അടുത്ത് വന്നിട്ട് ഈ 3 അടി മണ്ണുകൊണ്ട് തട്ടിയെടുത്ത മഹാബലിയുടെ മകള് പറഞ്ഞു, ഇങ്ങനെ കുട്ടിയാണെങ്കിൽ ഞാൻ ഇതിനെ വിഷം കൊടുത്ത് കൊല്ലുമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ദ്വാപര യുഗത്തില് ആ മഹാബലിയുടെ മകളെ പൂതനയായിട്ട് വന്നത്. അപ്പോൾ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഭക്തജനങ്ങളെയും ഒരുമിച്ച് കാണുക. അപ്പോൾ ഈ തിരുവോണ നാളില്
ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ലോകത്തിലെ സകല ചരാചരങ്ങൾക്കും ജീവികൾക്കും സന്തോഷം പകരാനായിട്ട് എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും എപ്പോഴും ഉണ്ടാവാൻ പ്രാർത്ഥിക്കുന്നു. തീർച്ചയായും അതുതന്നെയാണ് എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ഗുരുവായൂരപ്പൻ്റെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മളോടൊപ്പം ഒരു മറ്റൊരു കലാകാരൻ കൂടെ ചേരുകയാണ്. എന്താണ് എൻ്റെ പേര് ശശികുമാർ. അപ്പോൾ രാവിലെ തന്നെ ഇവിടെ ഉണ്ട്. അതെ, ഇന്നലെ രാത്രി തന്നെ വന്നു രാവിലത്തെ മേളത്തിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ നമ്മാറയിൽ നിന്നാണ്. മേളത്തിൽ പങ്കെടുത്ത് അങ്ങനെ രാവിലത്തെ ശിവേലി പങ്കെടുത്ത് അങ്ങനെ ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നതിൽ പങ്കെടുക്കുന്നത്. തിരുവോണ നാളിൽ ജനം ടിവിക്ക് വേണ്ടിയിട്ട് ഒന്ന് തിരുവോണ നാളിൽ ഭഗവാനെ സേവിക്കാൻ കഴിഞ്ഞാൽ പരം ഭാഗ്യം വേറെ ഒന്നുമില്ല. വേണ്ടിയിട്ടൊന്ന് ആലപിക്കാം. അല്ല അതുപോലെ ക്ഷേത്രത്തിനുമില്ല. ശരിയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു അമ്പലനടയിൽ ഇപ്പോൾ നിരവധി ഭക്തജനങ്ങൾ അതോടൊപ്പം തന്നെ കലാകാരന്മാരൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തിരക്ക് നിയന്ത്രിക്കാവുന്നതാണ് എന്നുള്ള കാര്യം തന്നെയാണ് ദേവസ്വം ഭാരവാഹികൾ അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം ഈ ദർശന സമയം 1 മണിക്കൂർ കൂട്ടിയിട്ടുണ്ട് ഈ ഓണക്കാലത്തോടനുബന്ധിച്ച് തന്നെ. അതുകൊണ്ട് തന്നെ ഈ ഭക്തർക്ക്, ഇവിടെ എത്തുന്ന ഭക്തർക്ക് കൃത്യമായും കണ്ണനെ ദർശിക്കുവാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ വിവാഹങ്ങളും ഇവിടെ ഇതിന് മുന്നിലുള്ള മണ്ഡപങ്ങളിലായി നടക്കുന്നുണ്ട്. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ മറ്റ് കലാപരിപാടികൾ നടക്കുന്നുണ്ട്. എല്ലാവിധത്തിലും വളരെയധികം ഭക്തിപൂർവമായിട്ടുള്ള ഒരു അന്തരീക്ഷം. അത് എന്നും ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ ഇത്തരത്തിൽ തന്നെയാണ് ഒരു അന്തരീക്ഷം. എന്നാൽ ഇന്ന് തിരുവോണ നാളിൽ അതിൽ കൂടുതൽ ജനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ വളരെ സന്തോഷം നൽകുന്ന കാഴ്ചകൾ ഇവിടെ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അത്തപ്പൂക്കളമായാലും അതോടൊപ്പം തന്നെ ഓരോരുത്തരും ഈ ഓണപ്പുടവയൊക്കെ ചുറ്റി ഇങ്ങോട്ടേക്ക് എത്തുന്നു. ഉണ്ണിക്കണ്ണന് രാവിലെ മുതൽ ഓണപ്പുടവ സമർപ്പണം നടക്കുന്നു. കഴിഞ്ഞ ദിവസം ഉത്രാടത്തിന് ഈ കാഴ്ചക്കുല സമർപ്പണം നടന്നു. എന്തായാലും ഹാപ്പി ഓണം. ഇവിടെ തൃപ്പയാറെടുത്ത് എടമുട്ടം. രാമന്റെ നാട്ടിൽ നിന്നാ? അതെ, രാമന്റെ നാട്ടിൽ നിന്ന് കൃഷ്ണനെ കാണാൻ വന്നതാ. കണ്ടോ രാവിലെ ഉണ്ണിക്കണ്ണ കണ്ടോ? കണ്ട് ഓണമായിട്ട് ഓണം എങ്ങനെയുണ്ട്? നല്ലപോലെ ഉണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് വന്നതാ. ഓണം കൂടാൻ വേണ്ടി തമിഴ്നാട്ടിൽ നിന്ന് വന്നതാ. എങ്ങനെയുണ്ട് എല്ലാവർക്കും? ചേട്ടാ തമിഴ്നാടാണ്. ഓണം ആഘോഷിക്കാൻ വേണ്ടി ഇവിടെ വന്ന്. ഭയങ്കര തിരക്ക്. രാവിലെ മുതൽ തന്നെ ഹാപ്പി ഓണം. ഞാൻ കൊല്ലത്താണ്. രാവിലെ കണ്ണനെ കണ്ടോ? എങ്ങനെയാ? കണ്ടു കണ്ണനെ കണ്ടു. രാവിലെ കയറി തൊഴുതു. എങ്ങനെയുണ്ട് ഓണാഘോഷമൊക്കെ? എങ്ങനെയുണ്ട്? ഓണാഘോഷമൊക്കെ അടിപൊളി. തിരുവോണം കണ്ണന് മുന്നിലാണ്. തിരുവോണം അവിട്ടം ചതയം 3 ദിവസവും കണ്ണന്റെ കൂടെ. 3 ദിവസം ഭഗവാന്റെ കൂടെ തന്നെ. തീർച്ചയായും അത് തന്നെയാണ് ഓരോ ഭക്തജനങ്ങളും വ്യക്തമാക്കുന്നത്. ഗുരുവായൂർ അപ്പൻ്റെ മുന്നിൽ, കണ്ണൻ്റെ മുന്നിലെത്തി ഈ തിരുവോണ നാളിൽ വളരെയധികം ഭക്തിപൂർവമായിട്ട് കണ്ണനെ ദർശിച്ച് മടങ്ങുന്നവരുണ്ട്. ഇന്ന് 10,000-ഓളം പേർക്ക് ഇവിടെ തിരുവോണ സദ്യ ഒരുക്കിയിട്ടുണ്ട്. ആ സദ്യക്കുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. 2 മണി വരെയാണ് ക്യൂ. രാവിലെ 9 മണിക്ക് ആരംഭിക്കുന്ന ക്യൂ 2 മണി വരെയാണ് തുടരുക. അതിനിടയിൽ ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ള മറ്റ് സംവിധാനങ്ങളൊക്കെ തന്നെ ഭാരവാഹികൾ നമ്മളോട് വ്യക്തമാക്കിയിരുന്നു. കാരണം ഈ കൃത്യമായും തിരക്ക് നിയന്ത്രിക്കുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ഉണ്ണിക്കണ്ണനെ ദർശിച്ചു കൊണ്ട് നിൽക്കുന്ന ഭക്തജനങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും. രാവിലെ ഇങ്ങോട്ടേക്ക് എത്തി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രത്യേക കാഴ്ചശീവേലി, വിശേഷാൽ കാഴ്ചശീവേലി, പിന്നീട് അതിന് അനുബന്ധിച്ചുള്ള മേളം, അതോടൊപ്പം തന്നെ രാവിലെ മുതൽ ക്ഷേത്രം ഊരാളൻ ആരംഭിച്ചിട്ടുള്ള ഈ ഒരു ഉണ്ണിക്കണ്ണൻ്റെ പുടവ സമർപ്പണം, അങ്ങനെ ഓരോ ദിനങ്ങളിലും അതോടൊപ്പം ഓരോ സമയങ്ങളിലും കൃത്യമായും ഈ ഓണത്തോടനുബന്ധിച്ച് ഈ ഉണ്ണിക്കണ്ണൻ്റെ മുന്നിൽ ഓരോ ചടങ്ങുകളായി അങ്ങനെ നടക്കുകയാണ്. അതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, കഴിഞ്ഞ ദിവസം നടന്ന ഈ കാഴ്ചക്കുല സമർപ്പണം വളരെയധികം സന്തോഷം നൽകുന്ന, അതായത് ഭക്തജനങ്ങളൊക്കെ തന്നെ അവർ ആ കാഴ്ചക്കുലയും കൊണ്ട് ഇങ്ങോട്ടേക്ക് തുടരുക. തിരുവാറന്മുള അപ്പന് മുന്നിൽ വഞ്ചിപ്പാട്ട് തകർക്കുകയാണ്. നമുക്കൊന്ന് കേട്ടുവരാം.
പക്ഷേ തിരുവോണത്തോണി എത്തി, അതിൻ്റെ ദൃശ്യങ്ങൾ കാണിച്ചിരുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നീ അങ്ങോട്ടേക്കാണ് പോകേണ്ടത്. അവിടെ അഖിൽ പാലോട്ടുമടം ഉണ്ട്. അതിനിടയിൽ ചില കാര്യങ്ങൾ, പ്രകാശൻ വേലുക്കുട്ടി തുല്യത പാലിക്കണം, ഒരു പുരുഷനും കൂടി ആകാമെന്നാണ്. നല്ലോണം അറിയില്ല തോന്നുന്നു, ആ ഫ്രെയിം അതല്ലെങ്കിൽ ഒന്ന് സ്വിച്ച് ചെയ്തു. അഭിലാഷ് കല്ലർ അതൊന്ന് ആ വിൻഡോയിൽ ഇത് മാത്രം ഒന്ന് കാണിച്ചേ, എത്ര പേരുണ്ടെന്ന് അങ്ങ് ഏറ്റത്തൊന്ന് കാണട്ടെ. പ്രകാശൻ വേലുക്കുട്ടി തൃപ്തിയാവട്ടെ. മലയാളക്കര പ്രഭാവതി ജി, മലയാളക്കര ഒരു സങ്കല്പമാണ്. നിങ്ങൾ US-ലിരുന്നാലും അത് ഞങ്ങൾക്ക് മലയാളക്കരയാണ്. വീണ്ടെടുത്ത് കിടന്ന് ഉരുളുകയല്ല, തെറ്റിദ്ധരിക്കരുത്. മലയാളക്കര കൊണ്ട് ഉദ്ദേശിച്ചത് സഹ്യം മുതൽ സമുദ്രം വരെ അല്ല ഉദ്ദേശിച്ചത്. മലയാളിയുടെ മനസ്സ് എവിടെയുണ്ടോ അവിടെയൊക്കെ ഞങ്ങൾക്ക് മലയാളക്കരയാണ്. കാരണം അടുത്തിനി രാജ് പിള്ളെ US-ലെ ഓണാഘോഷം ദയവ് ചെയ്ത് അതൊന്ന് ഷൂട്ട് ചെയ്ത് അയച്ചു തരൂ. നമ്മുടെ വാട്സാപ്പ് നമ്പർ താമസിയാതെ എഴുതി കാണിക്കാം. US-ലല്ല, ലോകത്തിൻ്റെ ഏത് മുക്കിലും മൂലയിൽ നിന്നും ഞങ്ങൾക്ക് ഓണാഘോഷം സംബന്ധിച്ച വാർത്തയോ അതിൻ്റെ ദൃശ്യങ്ങളോ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തന്നെ കാണിക്കുന്നുണ്ട്. രാജ് പിള്ളൈ, ഞാനും മുംബൈയിൽ ഓണം കൂടിയിട്ടുണ്ട്, ഞാൻ ഗൾഫിലും ഓണം കൂടിയിട്ടുണ്ട്, US-ൽ ഓണം കൂടിയിട്ടില്ല. അപ്പോൾ ഏതായാലും എല്ലാവർക്കും ഒരുപാട് പേരുടെ ആശംസയുണ്ട്. എല്ലാവർക്കും ഇത്രയും പേര് ഒരുമിച്ച് കണ്ടതിൽ വലിയ സന്തോഷം പങ്കുവെക്കുന്നുണ്ട്. ദിനേശ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു നിറഞ്ഞ കാഴ്ച എടുത്തു പറയുന്നുണ്ട്. കാഴ്ചക്ക് നല്ല നിറവുണ്ട് എന്നുള്ളത് എടുത്തു പറയുന്നുണ്ട്. നിറവുണ്ടെന്നാണ്. ഇതിന് കൃഷ്ണരാജിന്റെ വഴിയെ കിട്ടിക്കൊള്ളും. ഞങ്ങൾ ഇടപെടില്ല, ഞങ്ങൾ കാഴ്ചക്കാരായി. അത് മാത്രമല്ല, ഇന്നലെ സ്വയം പറഞ്ഞിരുന്നു, നമ്മളുടെ ഒരു കോമൺ പരാതിയുണ്ട്. കാരണം നമ്മളെ ആരെയും സംസാരിക്കാൻ സമ്മതിക്കില്ല, ഒറ്റയ്ക്ക് ഇങ്ങനെ പറയുകയാണെന്ന്. എങ്ങനെ പറയാനാണ്, എങ്ങനെ ഇടപെടാനാണ്? അല്ലേ, അത് വേറെ കുറേ കാലത്തിന് ശേഷമാണ് ജനൻ ടി വിയിൽ ഓണത്തിന് അവതാരകരെ ഇങ്ങനെ ഒരുമിച്ച് കാണുന്നത്. സൂപ്പർ ജനൻ ടി വി എന്ന് പറയുന്നുണ്ട്. ഓണം ഉണ്ണാൻ പോലും പോകാൻ പറ്റാതെ ഇങ്ങനൊരു ഫ്രെയിം ഉണ്ടാക്കി വെച്ചിട്ട് നടക്കുന്നെന്ന് ചിരിക്കുവാണ്. ഏതായാലും വിഷമിക്കണ്ട, ഇവിടെ ഉണ്ട് കഴിക്കാൻ പറ്റില്ല. സദ്യ ഒരുക്കിയിട്ടുണ്ട് ജനൻ ടി വിയിൽ. മാത്രമല്ല മറ്റൊന്ന് പറയണ്ട, അഭിലാഷ് സൗകര്യം പോലെ ഒന്ന് പറയണം. ജനൻ ടി വിയിലെ എല്ലാ അണിയറ പ്രവർത്തകരെയും ഒന്ന് കാണിക്കണമെന്ന് പറയുന്നുണ്ട്. അതിനുള്ളൊരു ഏർപ്പാടൊന്നും ഉണ്ടാക്കണം. ഡെസ്കും PCR-ഉം ടെക്നിക്കലും അടക്കം റിസപ്ഷൻ മുതലുള്ള ദൃശ്യങ്ങൾ എവിടെയൊക്കെ ആൾക്കാരുണ്ട് ഓണവിശേഷങ്ങൾ പറയട്ടെ. ഓണവിശേഷങ്ങൾ ജനൻ ടി വിയിൽ ഇന്ന് തിരുവോണ ദിവസം ഡ്യൂട്ടിക്ക് നിൽക്കുന്നവർ അവരുടെ ഓണ സന്തോഷം പറയട്ടെ. അതിനൊരു അവസരം നമുക്കുണ്ടാക്കണം. കാരണം പല പ്രേക്ഷകരും ആവശ്യപ്പെടുന്നുണ്ട്. അക്ഷയ, താഴെ ഇരിക്കുന്ന ഓരോരുത്തരും ഓണാശംസകൾ, ഓണ അനുഭവം പരാതി പറയിക്കരുത്. തിരുവോണമായിട്ട് ഇവിടെ വന്ന് ജോലി ചെയ്യേണ്ടി വന്നതല്ല. എല്ലാവർക്കും ഒന്നുകിൽ രാവിലെ വരുന്നവർ ഉച്ചയ്ക്കുണ്ണാൻ പോകും, ഇല്ലെങ്കിൽ സദ്യ ഉണ്ട ശേഷമായിരിക്കും വരുന്നത്. ഇത് രണ്ടുമല്ലാതെ ഇവിടെ തുടർന്ന് ജോലി ചെയ്യുന്നവർക്കുള്ള സദ്യ. ഇതിൽ പേര് വെച്ച് പറയുമ്പോൾ പ്രേക്ഷകർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അക്ഷയ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഷോ പ്രൊഡ്യൂസറാണ്. അഭിലാഷ് വീഡിയോ അക്ഷയ് പറയുന്നതനുസരിച്ചാണ് നമ്മൾ ഓരോ കാര്യവും ചെയ്യുന്നത്. ഞങ്ങൾ ഇങ്ങനെ വെറുതെ വർത്താനം പറഞ്ഞപ്പോൾ അക്ഷയ് പറഞ്ഞു അത് വേണ്ട, നമുക്ക് ആറന്മുള പോവാം, അവിടെ വഞ്ചിപ്പാട്ട് നടക്കണം, അത് കേട്ടിട്ട് വരാമെന്നൊക്കെ അക്ഷയാണ് പറയുന്നത്. അവിടെ ഇരുന്ന് എല്ലാം അനുസരിക്കുകയാണെന്ന് ഇടവേള പറയുന്ന കാര്യം അക്ഷയ സൂചിപ്പിക്കുന്നു. പെട്ടെന്ന് പോയി വരാല്ലേ ഒരു ഇടവേള. രോഹിണിക്ക് സംസാരിക്കാൻ ഒരു ചാൻസ് കൊടുക്കണം. കൃഷ്ണരാജ് നമ്മളെ നമസ്തേ പറയുന്നുണ്ട്. എല്ലാവരും ഉള്ളതുകൊണ്ട് ഒരു ഓണത്തല്ലിന് ചാൻസ് ഉണ്ടെന്ന്. ഇവിടെ ഇത് സ്ക്രീനിൽ ഞങ്ങൾ സ്ക്രീനില്ലാത്ത സമയത്തല്ല ഇവിടെ ഉഗ്രൻ തല്ലു. അതിൽ ഓണയർ പോയോ? ഇതൊന്നും ഇടവേള പറഞ്ഞാൽ മതി, പിന്നെ ഇവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് ആർക്കും മനസ്സിലാക്കില്ല എന്നുള്ള വാസ്തവം. അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ. നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്, നമ്മുടെ മാവേലിയെ കണ്ടോ? മാവേലിയെ കാണാൻ ഇനി കാണാത്തവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. മാവേലിയിലെ മഹാബലി ചക്രവർത്തി, അത് അദ്ദേഹം നടന്നു വരുന്ന കാണുമ്പോൾ ഒരു തേജസ്സും എന്തൊരു അഭിമാനമാണ് അങ്ങനെ ഒരു രാജാവ് ഉണ്ട് എന്ന് പറയുന്നത്. ഞങ്ങൾ പ്രസന്റ് ചെയ്യുന്നു, നമ്മൾ ജനൻ ടി വി പ്രസന്റ് ചെയ്യുന്നു. ഇതാണ് മഹാബലി ചക്രവർത്തിയുടെ യഥാർത്ഥ രൂപം. ശരി, അല്ല അതുപോലെയൊന്നും അല്ല മഹാബലി ചക്രവർത്തി ഇരിക്കുന്നത്. രാജാവിന് അനുയോജ്യമായ രൂപമാണ്. ഹൈറ്റ് കൂടിയ വാമനനെ കണ്ടിട്ടുണ്ടോ? ശരി, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. എന്തായാലും തിരുവോണ പുലരിയിലെ വിശേഷങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മൾ നേരത്തെ ഗുരുവായൂരിലെ വിശേഷം കണ്ടു. ഇനി നമുക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകേണ്ടതുണ്ട്. അവിടെ നിന്ന് അഖിൽ ചേരുന്നുണ്ട്. അഖിൽ, അതിന് മുമ്പ് കാരണം നമ്മൾ മഹാബലിയെ കുറിച്ച് പറഞ്ഞിരിക്കുകയായിരുന്നു. ഇപ്പോൾ വരും മഹാബലി. എന്നാലും മഹാബലിയെ കണ്ടതിന് ശേഷം നേരെ അങ്ങ് പോകാം. മഹാബലിയെ അത് കണ്ട സന്തോഷത്തിൽ നമ്മൾ എല്ലാവരും സൈലന്റ് ആയി. നമുക്ക് അഖിലിലേക്ക് പോകാം അല്ലേ? അഖിൽ കുറച്ച് നേരമായി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തന്നെയുണ്ട്. അഖിൽ, അവിടെ നിന്നുള്ള വിവരങ്ങൾ, വിശേഷങ്ങൾ.
എൻ്റെ പ്രിയപ്പെട്ട പ്രദീപ് സാറിനും കൃഷ്ണരാജേട്ടനും രോഹിണി ചേച്ചിക്കും വീണ ചേച്ചിക്കും അനുചേച്ചിക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഞാനിപ്പോൾ തിരുവനന്തപുരത്തിന്റെ സ്വന്തമായ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ നടയിലാണുള്ളത്. വലിയ തിരക്കുണ്ട്. അതുപോലെ തന്നെ ഒരു പടുകൂറ്റൻ അത്തപ്പൂ ഇവിടെ ക്ഷേത്ര ജീവനക്കാരെല്ലാവരും കൂടി തന്നെ ചേർന്ന് ഒരുക്കിയിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ പത്മനാഭസ്വാമി ഇവിടെ ക്ഷേത്രവും അതുപോലെ തന്നെ ഭഗവാൻ പള്ളി കൊണ്ട് കിടക്കുന്ന ചിത്രവും ആലേഖനം ചെയ്താണ് ഇത്തവണ അത്തപ്പൂ ഒരുക്കിയിട്ടുള്ളത്. വലിയ തിരക്കും അനുഭവപ്പെടുന്നുണ്ട് ഇത്തവണത്തെ തിരുവോണ നാളിൽ തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ. വലിയ വിശേഷാൽ പൂജകൾ അങ്ങനെ പറയത്തക്കില്ല, കാരണം പതിവ് പോലെയുള്ള പൂജകൾ മാത്രമാണ്. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ചിങ്ങമാസത്തിലെ തിരുവോണമാണ് ഭഗവാന്റെ പിറന്നാളായിട്ട് ഉള്ളത്, ജന്മനാളാണ് ഭഗവാന്റെ. അപ്പോൾ ഇന്നാണ് ഓണവില്ല് ഈ കുടുംബം, കരമനയുള്ള ഓണവില്ല് കുടുംബം ഭഗവാന് ഓണവില്ല് സമർപ്പിക്കുന്നതും ഇന്നാണ്. അങ്ങനെ ഉള്ള ഒരു ആചാരം മാത്രമാണ് ഇന്ന് പ്രധാനമായും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഉള്ളത്. അങ്ങനെ വലിയ സന്തോഷത്തോടു കൂടി തന്നെ ഒരു പല ഭാഗങ്ങളിൽ നിന്നെത്തുന്ന, പല സ്ഥലങ്ങളിൽ നിന്നെത്തുന്നവരൊക്കെ തന്നെ ഈ പത്മനാഭസ്വാമി ക്ഷേത്ര സന്നിധിയിൽ എത്തുന്ന സന്തോഷം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ചില കലാരൂപങ്ങൾ പോലും ഇത്തവണ ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് ഒരു തിരുവാതിര സംഘമാണ് നമ്മളോടൊപ്പം ചേരുന്നത്. അവർ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുമ്പിൽ അവരുടെ നേർച്ച എന്ന കണക്കിലാണ് ഇത്തവണ തിരുവാതിര അവതരിപ്പിക്കാൻ വേണ്ടി എത്തിയിട്ടുള്ളത്. നമുക്ക് അവരോട് തന്നെ വിശേഷങ്ങൾ ചോദിച്ച് അറിയാൻ സാധിക്കുന്നതാണ്. ചേച്ചി, എവിടുന്നാണ് വരുന്നത്? ഏതാണ് നിങ്ങളുടെ തിരുവാതിര സംഘം? ഞങ്ങളുടെ തിരുവാതിര സംഘം ശിവഭദ്ര കലാസമിതി കൈമനമാണ്. ഇവിടെ തിരുവോണം ആയതുകൊണ്ട് ഈ തിരുവാതിര അവതരിപ്പിക്കാനായി എത്തിയത്? അതെ, ഞങ്ങൾ ഇവിടെ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഭയങ്കര സന്തോഷം. കഴിഞ്ഞ വർഷവും ഞങ്ങളായിരുന്നു ഇവിടെ അവതരിപ്പിച്ചത്. ഈ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ഓണപ്പാട്ടോ തിരുവാതിര പാട്ടോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ കൈമനത്തെ? തിരുവാതിര ഞങ്ങൾ എന്തായാലും ഇവിടെ കളിക്കുന്നുണ്ട്. കോൽക്കളിയും തിരുവാതിരയും ഉണ്ട്, അതിൻ്റെ കൂടെ ഓണപ്പാട്ടിന്റെ തിരുവാതിരയും ഉണ്ട്. അതുപോലെ ഇപ്പം എന്തായാലും അതിനുള്ള തയ്യാറെടുപ്പ്. അപ്പൊ എന്തായാലും ചേച്ചി ഞങ്ങളുടെ ജനൻ ടി വിക്ക് വേണ്ടി ഒരു അപ്പൊ ആ ചേച്ചിയും കൂടി ഇങ്ങോട്ട് നിന്നാൽ ഒരു ഓണപ്പാട്ട് നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി പാടാൻ സാധിക്കുന്നതാണ്. എന്തായാലും അവർ നമുക്ക് വേണ്ടി ഓണപ്പാട്ട് പാടുന്നുണ്ട്. അവർ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏത് പാട്ടാണ് പാടേണ്ടത് എന്ന്. എന്തായാലും അവരെ പാട്ട് സെലക്ട് ആയി കഴിഞ്ഞെങ്കിൽ പേരുകൂടി പറഞ്ഞിട്ട്. എൻ്റെ പേര് രേവതി. കവിത രേവതി സംഘമാണ് പാടാൻ. തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച കാണാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ജനങ്ങൾ അണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി. അവര് ചരണവും പല്ലവിയും വരെ എത്തി, 6 വരി എത്തിയിട്ടുണ്ട്. എന്തായാലും അവര് പാടി. എന്നാലും 2 വരിയാണ് പാടുമെന്ന് പറഞ്ഞത്. അവര് സന്തോഷത്തോടെ. ഡൽഹിയിൽ നിന്ന് നമുക്ക് ഓണം നേരത്തെ പറഞ്ഞ പോലെ മലയാളക്കര എന്ന് പറഞ്ഞുവെങ്കിലും മലയാളക്കര ഇവിടെ മാത്രം ഒതുങ്ങുന്നില്ല. ഡൽഹിയിൽ നിന്നും US നിന്നും മുംബൈയിൽ നിന്നും ഒക്കെ ഓണാശംസ വരുന്നുണ്ട്. ഡൽഹിയിലെ ഓണവിശേഷവുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു മയൂർ വിഹാറിലെ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ നിന്ന്. ജിഷ്ണു, നമസ്തേ, സ്വാഗതം. തിരുവോണാശംസകൾ. അവിടുത്തെ വിശേഷങ്ങൾ പറയൂ, ഡൽഹിയിൽ നിന്നുള്ള ഓണവിശേഷം. പ്രദീപ്, നമസ്തേ, ഗുഡ് മോർണിംഗ്. ജനം ടീമിനും ഒപ്പം പ്രേക്ഷകർക്കും ഓണാശംസകൾ. ഞാനിപ്പോഴുള്ളത് ഡൽഹി മയൂർ വിഹാറിലെ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലാണ്. ഡൽഹിയിലും ഓണാഘോഷം പൊടിപൊടിക്കുകയാണ്. നാട്ടിൽ മലയാളി എവിടെയുണ്ടെങ്കിലും അവിടെയെല്ലാം ഓണാഘോഷം വലിയ രീതിയിൽ ആഘോഷിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത്തരത്തിൽ ഡൽഹിയിലും മറുനാട്ടിലും മലയാളികളുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഓണാഘോഷങ്ങൾ നടക്കുന്നു. ഞാനിപ്പോഴുള്ളത് ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലാണ്. ഈ ക്ഷേത്രം ഓണമാണെങ്കിലും വിഷു ആണെങ്കിലും ശ്രീകൃഷ്ണ ജയന്തി ആണെങ്കിലും അത്തരത്തിൽ ഏത് തരത്തിലുള്ള ആഘോഷങ്ങൾക്കും മലയാളികളുടെ ഒരു കേന്ദ്രം തന്നെയാണ് ഈ മയൂർ വിഹാറിലെ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രം എന്നുള്ളത്. ഇവിടെ വലിയ പൂക്കളം ഒരുക്കിക്കൊണ്ട്, ഇന്ന് വലിയൊരു പൂക്കളം ഒരുക്കിക്കൊണ്ടും പ്രത്യേക പൂജകൾ, സാംസ്കാരിക കലാപരിപാടികൾ, അത്തരത്തിൽ വലിയ ആഘോഷം ഡൽഹിയിലും നടക്കുന്നു. അതിന്റെയും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം. ഹാപ്പി ഓണം. ജനൻ ടിവിയുടെ ഓണാശംസകൾ. എങ്ങനെയാണ് ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിലെ? ഇന്ന് പ്രത്യേക പൂജകളുണ്ട്. അത് കഴിഞ്ഞിട്ട് മെഗാ ഷോ ഉണ്ട്. കേരളത്തിലെ നാടൻ കലാരൂപങ്ങൾ ഒത്തൊരുമിച്ചിട്ടുള്ള ഒരു 9:30 മണിക്കൂർ വലിയ പ്രോഗ്രാം നടക്കുന്നുണ്ട്. പൂക്കളമുണ്ട്.
അത് കഴിഞ്ഞിട്ട് 5000 ആൾക്കാർക്കുള്ള ഓണസദ്യ, വിഭവ സമൃദ്ധമായ ഓണസദ്യയുണ്ട്. 31 കൂട്ടാനോട് കൂടിയ സദ്യയാണ്. ഞങ്ങളൊരു 5000 ആൾക്കാരെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ കൂടാനാണ് സാധ്യത. സാങ്കേതിക തടസ്സമാണെന്ന് തോന്നുന്നു. ജിഷ്ണുവിലേക്ക് വളരെ വേഗത്തിൽ തന്നെ മടങ്ങിയെത്തും. ജിഷ്ണു പറയുന്നത് കേൾക്കുന്നില്ല, മൈക്കിന്റെ പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും പെട്ടെന്ന് തന്നെ ജിഷ്ണുവിലേക്ക് എത്താം. ഈ സാധാരണ മസിൽ പിടിക്കുന്ന ഒരു ബ്യൂറോ ആണ് ഡൽഹി. പിന്നെയും അതിന് വളരെ സീരിയസ് ആയിട്ടുള്ള വാർത്തകൾ ഇന്ന് രാവിലെ വന്നതെന്ന് ഇങ്ങനെ പറഞ്ഞ് അത് ഗൗതമിന്റെ നേതൃത്വത്തിൽ ജിഷ്ണു ആയാലും എസ് നന്ദഗോപനായാലും. പക്ഷെ ഇന്ന് ജിഷ്ണുവിന്റെ മുഖത്ത് ഒരു തെളിഞ്ഞ ചിരിയൊക്കെ ഉണ്ട്. ഇന്ന് ചിരിക്കാത്ത മലയാളികൾ ആരെങ്കിലും ഉണ്ടാവും? എത്ര പ്രയാസങ്ങളുടെ ഞാൻ അത് കേട്ട് അങ്ങനെ നിൽക്കുകയാണ്. കുറച്ച് ശരിക്കും സീരിയസ് ആയിട്ട് പറഞ്ഞാൽ മസിൽ പിടിക്കുന്ന ഒരു ബ്യൂറോ ആണ് ഡൽഹി. നമ്മളെന്തായാലും മസിൽ പിടിക്കാതെ ഒരു ഇടവേളയിലേക്ക് പോയതുകൊണ്ട് വളരെ പെട്ടെന്ന് തിരികെ എത്താം. പൊന്നോണമായി തിരുവാതിരയാടും ആട്ടക്കാലം. ഓണം പൊന്നോണമായി ഉലകിയിൽ കുഴയും ആവേശത്താളത്തിനോണം. ഓണം പൊന്നോണമായി തിരുവാതിരയാടും ആട്ടക്കാലം. കൃഷ്ണരാജ് ഗ്യാപ്പിൽ ചായ കുടിക്കാൻ പോയെന്ന് ചോദിക്കുന്നു. കൃഷ്ണരാജ് രജനിയെ കൂട്ടാൻ പോയതാ. നമ്മുടെ മുഴുവൻ അണിയറ പ്രേക്ഷകരുടെ നിർദ്ദേശവും ഞങ്ങളുടെ തയ്യാറെടുപ്പ് അനുസരിച്ചിട്ട് നമ്മുടെ ഓരോ അണിയറ പ്രവർത്തകരെയും കാണിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കൃഷ്ണരാജും രജനിയും. രോഹിണി, അതെ, നമ്മൾ വീണ്ടും തിരുവോണ വിശേഷങ്ങളിലേക്ക് തന്നെ പോവുകയാണ്. നമ്മുടെ പ്രതിനിധികൾ ഇങ്ങനെ എല്ലാ സ്ഥലത്തും ഉണ്ട്. ഓടി വേണം നമുക്ക് ഓരോരുത്തരുടെ അടുത്തേക്ക് എത്താൻ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് അഖിൽ പാലോട്ട് മഠം ചേരുന്നുണ്ട്. അഖിൽ നേരത്തെയും അവിടെ കുറച്ച് തിരുവോണ പാട്ടുകൾക്കൊക്കെ ആയിരുന്നു സെറ്റ് ചെയ്ത് നിർത്തിയതാണ് ചേച്ചിമാരെ. നമുക്ക് വീണ്ടും പറയാനൊരു മടി. അഖിലും ചേച്ചിമാരും അവിടെ കാത്തു നിൽക്കുന്നു. രോഹിണി ഉരുളുകയാണ്. അഖിലും ചിലരും രണ്ടുപേരും എന്നൊക്കെ പറഞ്ഞിട്ട്. അഖിൽ, എനിക്കിതിൽ പങ്കില്ല. അഖിൽ അവിടെ ഈ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി നിർത്തിയിരിക്കുന്ന ചേച്ചിമാരോട് തുടർന്നും വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയുക. അഖിലും ചേച്ചിമാരും. അവരെ വിളിച്ചിട്ടോ. അഖിലും ചേച്ചിമാരുമാണ്. പക്ഷേ അഖില് വെയിൽ കൊള്ളുന്നുണ്ട്, ചേച്ചിമാർ തണലത്ത് പോയി നിൽക്കുന്നുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലെ വെയിൽ ഞാൻ എന്തായാലും കൊണ്ടുവന്നുണ്ട്. അവർ മേക്കപ്പ് ഒക്കെ ഇട്ട് വന്നതുകൊണ്ട് അവർ കുറച്ചങ്ങോട്ട് മാറി നിൽക്കുന്നുണ്ട്. എന്തായാലും വലിയ തിരക്ക്, നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ വലിയ തിരക്ക് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. എന്തായാലും വലിയ സന്തോഷമുണ്ട്. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്തിന്റെ ഒരു സൗന്ദര്യം കൂടിയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ തിരുവോണ നാളിലെ ആഘോഷങ്ങൾ എന്ന് പറയുന്നത്. ആ ആഘോഷങ്ങൾക്കൊക്കെ തന്നെ വലിയ ഒരു ഭംഗി നൽകുന്നത് ഇതുപോലുള്ള കലാസംഘങ്ങൾ നൽകുന്ന അവരുടെ തന്നെയുള്ള നേർച്ച എന്ന് പറയുന്നത് തന്നെയാണ് ഇതിൽ ഒരു പ്രധാനപ്പെട്ട അനുഗ്രഹം എന്ന് പറയുന്നത്. എന്തായാലും വലിയ സന്തോഷമുണ്ട്. അല്പസമയത്തിനകം തന്നെ ഞാൻ നേരത്തെ കാണിച്ച പത്മനാഭസ്വാമിയുടെ ചിത്രമാലേഖനം ചെയ്ത അത്തപ്പൂവിൻ്റെ ഉദ്ഘാടന കർമ്മം ഉണ്ടാകും. അതിൻ്റെ വ്യക്തിത്വങ്ങളൊക്കെ തന്നെ ഇവിടെ എത്തുന്നുണ്ട്. നമ്മളോട് നേരത്തെ നമ്മുടെ PCR നിന്ന് നമ്മുടെ ചീഫ് എഡിറ്റർ പ്രദീപ് സാറും മറ്റ് റീഡർമാരും ഒക്കെ നിങ്ങളുടെ ഒരു പാട്ടുകൂടി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ വലിയ ഗായകരാണ്, ചേച്ചിമാരുടെ പാട്ട് ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും അവർ പാടാൻ തയ്യാറുമാണ്. ഒരു നമ്മുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ അവർ ഒരു ചേർന്ന് ഒരുമിച്ച് പാടാം എന്നാണ് പറയുന്നത്. ഏത് പാട്ടായാലും പാടിക്കോളൂ. ഇതിലേറ്റവും പ്രധാനി കവിതയാണ്. കവിത വന്നാലേ പാട്ട് വരുള്ളൂ. അതെ, പാട്ട് കവിതയിലാണ്. എന്തായാലും പാട്ട് നമുക്കോളാം. അല്ല, വേറൊരു പാട്ട് അറിയാമോ? പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. എന്തായാലും ഓണത്തെ അവർ വിളിച്ചു വരുത്തുന്നുണ്ട്, പൊന്നോണത്തുമ്പിയെ വിളിച്ചു വരുത്തുന്നുണ്ട്. എന്തായാലും ഈ പൊന്നോണം എല്ലാവർക്കും സമൃദ്ധിയുടെ തന്നെ ആകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തായാലും തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രം അതീവ പൈതൃകമായി ആവശ്യപ്പെട്ടത് ചേച്ചിമാര് പാടണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിരുന്നില്ല.
അഖിലിനെ അവരെ കൊണ്ട് പാടിക്കാനായിട്ട് റിക്വസ്റ്റ് നമ്മുടെ മേൽ ചാർത്തതാണ്. എന്തായാലും തിരികെ വരാം. അഖിലും ചേച്ചിമാരെ തുടരുക. നമ്മൾ ഡൽഹിയിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു. മയൂർ വിഹാറിലെ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ നിന്ന് ജിഷ്ണു കൃഷ്ണൻ തുടരുന്നു. ജിഷ്ണു തുല. പ്രദീപ് നമസ്തേ. ഓണാശംസകൾ നേരത്തെ പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് ചെറിയൊരു സാങ്കേതിക പ്രശ്നം വന്നത്. മയൂർ വിഹാറിലെ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരുക്കങ്ങൾ, തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു. വലിയ ഭക്തജനങ്ങളുടെ തിരക്ക് മയൂർ വിഹാർ ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഡൽഹി മലയാളികൾ വലിയ രീതിയിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഓണമാണെങ്കിലും വിഷു ആണെങ്കിലും ഏതാഘോഷമാണെങ്കിലും ഒത്തുചേരുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഡൽഹിയിലെ മയൂർ വിഹാർ ക്ഷേത്രം. നമസ്കാരം. എങ്ങനെയാണ് ഓണാഘോഷവുമായി ബന്ധപ്പെട്ട ക്ഷേത്രത്തിലെ ക്രമീകരണങ്ങളെല്ലാം? ഞങ്ങൾ ഇന്ന് പൂക്കളം ഉണ്ടായിരുന്നു, ഇന്നലെ നിറപുത്തരി ഉണ്ടായിരുന്നു, കഥകളി ഉണ്ടായിരുന്നു. എല്ലാം ഓണത്തിൻ്റെ ഭാഗമാണ്. നാട്ടിനെക്കാട്ടും ഒരുപാട് ഭംഗിയായിട്ടാണ് ഞങ്ങൾ ഇവിടെ കൊണ്ടു നടക്കുന്നത്. ഇന്നൊരു 5000-ഓളം ആൾക്കാർക്ക് ഓണസദ്യ ഒരുക്കിയിട്ടുണ്ട്. വിവിധ സമൃദ്ധമായ ഞങ്ങൾ ഓണം മെഗാ ഷോ ഉണ്ട്. നമ്മുടെ നാട്ട് ചിട്ടങ്ങളുള്ള ഒരു ഓണ പരിപാടിയാണ് ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത്. 9:30 മണിക്ക് തുടങ്ങുന്നത്. ഈ നാട്ടിലെ ഓണാഘോഷങ്ങൾ നമുക്കറിയാം വലിയ രീതിയിൽ ഒരു ആഘോഷമാണ്, മലയാളികൾക്കൊന്നാകെയുള്ള ആഘോഷമാണ്. അപ്പോൾ അത് കേരളം വിട്ട് പുറത്തേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു ആഘോഷത്തിൻ്റെ മാറ്റ് കുറയുന്നുണ്ടോ? കേരളത്തിലും അധികമാണ് ഡൽഹിയിൽ. ഇപ്പോൾ കേരളത്തിൽ ഇത്ര ആഘോഷമൊന്നുമില്ല. ഡൽഹിയിൽ ഇപ്പോൾ 3 ദിവസമായി ആഘോഷം തന്നെ. ഇവിടെ നമ്മളെ ആൾക്കാർക്ക് നിൽക്കാനും തൊഴാനും എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ആഹാരം, പിന്നെ അതിന് പുറമെ കൾച്ചറൽ പ്രോഗ്രാംസ് ഉണ്ട്. ഒരുപാട് വെറൈറ്റി ഓഫ് പ്രോഗ്രാംസാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഒരു 5000 ആൾക്കാരിൽ മിനിമം ഇവിടെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് നമ്മൾ. നാട്ടിൽ ഇത്ര ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നില്ല. ജനങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു അസൗകര്യം അവർക്ക് ഉണ്ടാകുന്നില്ല. ഇവിടെ വന്ന് തൊഴാം, ഗുരുവായൂരിൽ സുഖമായിട്ട് തൊഴാം, ആഹാരം കഴിക്കാം, പോവാം, ഓണം സുഖമായിട്ട് ആഘോഷിക്കും. എങ്ങനെയാണ് ഡൽഹിയിലെ ഒരു ഓണം? ഈ നാട്ടിലെ പോലെ സ്ഥലപരിമിതികളുണ്ട് എങ്കിൽ പോലും എങ്ങനെയാണ്? എന്നാലും നന്നായിട്ട് തന്നെയാണ് നടത്തുന്നത്. പിന്നെ ഇവിടുത്തെ ഹിന്ദിക്കാരെല്ലാവരും കൂടുതലും വരും ഓണം ആഘോഷിക്കാൻ, സദ്യ ഉണ്ണാനായിട്ട്. അവർ മലയാളികൾ മാത്രമല്ല, എല്ലാ ആൾക്കാരും വരും. പല സ്ഥലത്തുനിന്നും ആൾക്കാർ വന്ന് മൊത്തത്തിലുള്ള ഡൽഹിയിലുള്ള എല്ലാ ആൾക്കാരും ഇവിടെ ഗുരുവായൂരപ്പൻ്റെ അമ്പലത്തിൽ എന്ന് പറഞ്ഞൊരു പ്രത്യേകത തന്നെയാണ്. ഒരു വെറൈറ്റി എന്തെങ്കിലും അവർ കാണുന്നുള്ള അറിയാം അവർക്ക്. അപ്പോൾ എല്ലാവരും രാവിലെ തന്നെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ജനൻ ടിവിയുടെ ഓണാശംസകൾ. ജനൻ ടിവിയുടെ എല്ലാ വ്യൂവേഴ്സിനും ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിന്റെ ക്ഷേത്ര ഭാരവാഹികളുടെ ഓണാശംസകൾ. ലേഡീസിന്റെ ഭാഗത്തുള്ള തീർച്ചയായും എങ്ങനെയാണ് ഓണാഘോഷം പോകുന്നത്? ഇന്നിപ്പോൾ തിരുവോണത്തിലെത്തി നിൽക്കുകയാണ്. അതെ. തിരുവോണമായതും എസ്പെഷ്യലി സൺഡേ ആയതുകൊണ്ടും ധാരാളം ആൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു 5000 പേർക്കാണ് പ്രസിഡന്റ് പറഞ്ഞ പോലെ ഞങ്ങൾ സദ്യ ഒരുക്കിയിരിക്കുന്നത്. മെഗാ ഷോ എല്ലാം ഉണ്ട്. രാവിലെ തന്നെ തിരക്കായിരിക്കുന്നു. ഓണപ്പൂക്കളം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. താങ്ക് യു വെരി മച്ച്. ജനം ടിവിക്കും എല്ലാവർക്കും ഓണാശംസ. തീർച്ചയായും ഈ തിരുവോണം ഒരു സൺഡേ എന്നുള്ളത് കൊണ്ട് വലിയ ആശ്വാസമാണ് ഡൽഹിയിലെ മലയാളികൾക്ക്. കാരണം ഓണത്തിന് ഡൽഹിയിൽ ഒരു ഔദ്യോഗിക അവധി എന്തായാലും ഉണ്ടാവില്ല. പക്ഷെ അതുകൊണ്ട് അത് സൺഡേ വന്നതുകൊണ്ട് തന്നെ വലിയ തിരക്ക് ഇപ്പോൾ നമുക്ക് ക്ഷേത്രത്തിൽ കാണാൻ സാധിക്കും. അവിടെ ഞായറാഴ്ച സന്തോഷമാണെങ്കിൽ ഞങ്ങളുടെ ഒരു അവധി ദിവസം മാറി കിട്ടി. അവിടെ ഞായറാഴ്ച അങ്ങനെയാണ്. കേരളത്തിന് പുറത്ത് ഞായറാഴ്ച അവധിയാണ്ട് അവർക്ക് ഓണം നന്നായി ആഘോഷിക്കാൻ കഴിയും. പക്ഷെ നമ്മളെ സംബന്ധിച്ചൊരു ഹോളിഡേ പോയി. സാധാരണഗതിയിൽ അവധി കിട്ടാത്ത ഇടങ്ങളിൽ അവർക്ക് ഞായറാഴ്ച കിട്ടുന്നത്. എന്തായാലും ഞാൻ അവരോടൊപ്പമാണ്. ശരി, എന്തായാലും ജിഷ്ണു മറ്റിടങ്ങളിലേക്ക് കൂടി പ്രതികരണങ്ങളിലേക്ക് കടക്കുകയാണെന്ന് തോന്നുന്നു. കുറച്ചധികം നല്ല പെൺകുട്ടികളൊക്കെ അവിടെ നിന്ന് നിൽപ്പുണ്ട്. ജിഷ്ണു വീണ്ടും തുടരാം. തീർച്ചയായും അതെ ഡൽഹിയിലായതുകൊണ്ട്. പക്ഷേ ഞായറാഴ്ച എന്നുള്ളത് ഇവിടെ ഉള്ള ആളുകളെ സംബന്ധിച്ച് അത് വലിയൊരു ആശ്വാസവും അനുഗ്രഹവും തന്നെയാണ്. അല്ലെങ്കിൽ ഓഫീസുകളിൽ, വർക്ക് പ്ലേസുകളിൽ അവരുടെ ഓണം ആഘോഷിക്കേണ്ട അവസ്ഥയായിരുന്നു. ഞാൻ സൂചിപ്പിച്ചു വന്നത് ഡൽഹിയിൽ പഠനത്തിന് വേണ്ടി എത്തിയിട്ടുള്ള കുറച്ച് വിദ്യാർത്ഥികൾ ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്. നമസ്കാരം. എവിടെ? കോഴിക്കോട്, എറണാകുളം, എറണാകുളം, കോട്ടയം. ഞാനും കോഴിക്കോടാണ്. അപ്പം എങ്ങനെയാണ് ഈ ആദ്യമായിട്ടാണ് ഈ ആദ്യ വർഷ വിദ്യാർത്ഥികളാണോ, വീട്ടിൽ നിന്ന് മാറി നിന്നുകൊണ്ടുള്ള ആദ്യത്തെ ഓണമാണോ? എങ്ങനെയുണ്ട് ഡൽഹിയിലെ ഓണം? ഡൽഹിയിലെ ഓണം എന്ന് പറയുമ്പം നാട്ടിലേതിൽ കുറച്ചുകൂടി വ്യത്യസ്തമാണ്. കാരണം വീടിൽ നിന്ന് മാറി നിന്നുകൊണ്ടുള്ള ആദ്യത്തെ ഓണം ആയതുകൊണ്ട് തന്നെ ആ ഒരു മാറി നിൽക്കുന്നതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ. എന്നാലും ആഘോഷം പൊടി പൊടിക്കുന്നുണ്ട്. ആഘോഷമൊക്കെ അതേപോലെ തന്നെ. പക്ഷെ ആഘോഷങ്ങളൊക്കെ ഇവിടെ തന്നെ ആക്ച്വലി കൂടുതൽ കോളേജിന്റെ പരിപാടി, ഇവിടുത്തെ അസോസിയേഷന്റെ പരിപാടി, അങ്ങനെ ഇഷ്ടംപോലെ പരിപാടികളുണ്ട്. മലയാളികൾ എവിടെ ചെന്നാലും ആഘോഷമാണ്. അതെ, ഭയങ്കര ആഘോഷമാണ്. ഒരു ഓണപ്പാട്ട് പാടാൻ പറ്റുമോ? നമുക്ക് വേണ്ടി ജനൻ ടിവിക്ക് വേണ്ടി ഒരു ഓണപ്പാട്ട് അവർ പാടുന്നതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ജനൻ ടിവിയുടെ ഓണാശംസകൾ. ഞാൻ ഒരാളെ കൂടി പരിചയപ്പെടുത്തിയ ശേഷം അവസാനിപ്പിക്കാം. എൻ്റെ വൈഫാണ്, ജൂനിയർ വിഷ്ണു, നിലോയ് കൃഷ്ണ.
അവരുടെ ആദ്യത്തെ ഓണമാണ് ഡൽഹിയിൽ. നേരത്തെ 2-3 തവണ ഡൽഹിയിൽ വന്ന് നിന്നിട്ടുണ്ടെങ്കിലും വീട് വിട്ടുള്ള ആദ്യ ഓണമാണ്. എങ്ങനെയാണ് ഈ ഡൽഹിയിലെ ഓണം? ഓണം ഗംഭീരമായിട്ട് പോണു. നമ്മൾ വല്ലപ്പോഴും ഒരുമിച്ചുണ്ടാവാറുള്ളൂ, അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പിന്നെ വീട്ടുകാരെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. 2012 ഗുരുവായൂരപ്പൻ കോളേജ് കാലഘട്ടത്തിൽ കൂടിയതാണ്. പക്ഷെ ആഘോഷങ്ങളിൽ 2016 ജനൻ ടി വിയിൽ ജോയിൻ ചെയ്ത ശേഷം ആഘോഷങ്ങളിൽ ഒരുമിച്ചുണ്ടാകാറ് വളരെ വിരളമാണ്. ഇന്നിപ്പോൾ ഓണത്തിന് ഏതായാലും ഒരുമിച്ചുണ്ട്. ഡൽഹിയിലും ഏതായാലും ഓണം പൊടി പിടിക്കുകയാണ്. ഡൽഹി മയൂർവിഹാർ ക്ഷേത്രത്തിലെ കാഴ്ചകളാണ് പ്രേക്ഷകർ കാണുന്നത്. വലിയ പൂക്കളം ഒരുക്കി. ജിഷ്ണു പേര് പറഞ്ഞത് വ്യക്തമായില്ല എന്നിവിടെ പറയുന്നുണ്ട്. അതെ, പേരുകൾ കുഞ്ഞിന്റെയും അമ്മയുടെയും വൈഫിന്റെ പേരാണോ? അതെ അതെ അതെ. വൈഫിന്റെ പേര് മനീഷ മുരളീധരൻ, മകൻ നിലോയ് കൃഷ്ണ. മകനിപ്പോ 3 വയസ്സായി. ഒരുപാട് സന്തോഷം ജിഷ്ണു. എന്തായാലും ഗൗതമിനെ ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ പ്രേക്ഷകർ, എവിടെ പോയി എന്നൊക്കെയാ ചോദിക്കുന്നത്. ഗൗതം നാട്ടിൽ പാവം ജിഷ്ണുവിനെ നന്ദകുമാരി ഡൽഹിയിൽ ഉപേക്ഷിച്ചിട്ട് നാട്ടിൽ പോയി അടിച്ചു പൊളിക്കുക ഓണം. എവിടെ പോയി അന്വേഷിക്കുന്നുണ്ട്, ഏത് പ്രേക്ഷകർ അന്വേഷിച്ചത്? അടൂർ ഭാഗത്ത് നോക്കിയാൽ കാണാം, പുഴയോരത്ത് ഓണം ആഘോഷിക്കുക. തിരുവോണമായിട്ട് ജിഷ്ണു രാവിലെ നന്ദകുമാരൻ ഉച്ചയ്ക്ക് ശേഷം ഡ്യൂട്ടി. ഡൽഹി ബ്യൂറോ ഓണാഘോഷത്തിന്റെ ഓണ അവധിയിലാണ് ഡൽഹി ബ്യൂറോ. ഗൗതം നാട്ടിലാണ്, ക്യാമറമാൻ ഉണ്ണി കെ വാര്യർ നാട്ടിലാണ്. കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് എഡിറ്റർ ശ്രീരാഗ് നാട്ടിലേക്ക് പോയിട്ടുള്ളത്. അതുകൊണ്ട് മുഴുവൻ ഓണ അവധിയിലാണ്. ശരി, മനസ്സിലായല്ലോ. ഇന്നൊന്നും പ്രതീക്ഷിക്കേണ്ട, ഡൽഹിയിൽ നിന്ന് എല്ലാവരും അവധിയിലാണ്. ഞങ്ങൾ ഓണപ്പാട്ടും സദ്യയും ഒക്കെ ആയിട്ടൊക്കെ കൂടാം അല്ലേ? അല്ല, ജിഷ്ണു തന്നെ അത് സൂചിപ്പിക്കുകയുണ്ടായി. ഞാൻ വൈഫിനെ കൂടെ പരിചയപ്പെടുത്തിയതിന് ശേഷം മതിയാക്കാൻ പോകും. അതായത് ഇനി നമ്മൾ അപൂർവമാണ്, ഞങ്ങൾ ഒരുമിച്ചാണ്, ഇനി ബുദ്ധിമുട്ടിക്കരുതെന്ന് അവതാരകരുടെ ഒരു പാട്ടൊക്കെ ചോദിച്ചു ഒരുപാട് വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. വനിതകളോട് അതിന് മുമ്പ് പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്, അതും കൂടെ പറയണം. അല്ലല്ല, ആദ്യം വീണയുടെ പേര് പറഞ്ഞു, വീണയും കൃഷ്ണപ്രഭയും കൂടെ പാടുന്ന കാര്യം പറഞ്ഞു. പിന്നെ എന്തോ അല്ല, അത് അവർക്ക് മനസ്സിലായി. കണ്ടിട്ട് വീണ പാടുമെന്ന് തോന്നുന്നില്ല. രോഹിണിയോട് പറഞ്ഞു, രോഹിണി പാടുപെടും. എന്നാ ഞാനൊരു സത്യം പറയട്ടെ, ഞങ്ങൾക്ക് ആർക്കും പാടാൻ അറിയില്ല. ശരി, എന്നാലും കാണാൻ പോണ്ടേ? അതെ അതെ, കാരണം ഇന്ന് ഓണമാണ്. നമ്മുടെ ചുള്ളൻ മഹാബലിയൊക്കെ കണ്ടു. പക്ഷെ ഇന്ന് വാമന ജയന്തിയാണ് എന്നത് കൂടി നമ്മൾ ഓർക്കണം. കാരണം അവിടെ നിന്ന് എടുക്കേണ്ടതുണ്ട്, ആദ്യം തുടങ്ങേണ്ടതായിരുന്നു എന്ന് പലരും നേരത്തെ സന്ദേശമായിട്ട് അയക്കുന്നുണ്ടായിരുന്നു. കിരണിനോട് തന്നെ ചോദിക്കും. തൃക്കാക്കര വാമന ക്ഷേത്രത്തിൽ നിന്ന് കിരൺ കുമാർ ചേരുകയാണ്. കിരൺ, ഓൾ ദ ബെസ്റ്റ്. എന്നാലും സമയത്തിന് എത്താത്തതിൽ ചീഫ് എഡിറ്റർ കൈയോടെ പിടിച്ചിട്ടുണ്ട്. തിരുവോണ ആശംസകൾ. നമസ്തേ, ഗുഡ് മോർണിംഗ്. തിരുവോണ ആശംസകൾ. കിരൺ പറയൂ, തൃക്കാക്കരയെ പറ്റി വിശേഷങ്ങൾ പറയൂ. പ്രേക്ഷകർ രാവിലെ പോലും കാത്തിരിക്കുകയാണ്. കിരണും കൂടെ ഉള്ളത് ആരാണ്? സന്തോഷാണോ? വീഡിയോ ജേർണലിസ്റ്റ്. പ്രദീപിള, എല്ലാവർക്കും ഓണാശംസകൾ. ഏതായാലും ഞങ്ങൾ കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തുകയും അത് അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈവിൽ എടുക്കാതിരുന്നത് കൊണ്ട് തന്നെയാണ് വൈകിയത്. ഏതായാലും എൻ്റെ കൂടെ ഉള്ളത് നമ്മളുടെ ക്യാമറ പേഴ്സൺ ആയിട്ടുള്ള വിപിൻ ചേട്ടനാണ്, സന്തോഷ് ചേട്ടനല്ല. ഏതായാലും ഈ ഓണാഘോഷം അല്ലെങ്കിൽ ഓണത്തിൻ്റെ ചരിത്രവും ഇതിൻ്റെ ഐതിഹ്യമൊക്കെ എല്ലാം തന്നെ തൃക്കാക്കരയുമായി ബന്ധപ്പെട്ടാണ്. പ്രേക്ഷകർ ചോദിച്ചതിൽ അല്ലെങ്കിൽ അവർ ആകാംക്ഷയോടും കൂടി കാത്തിരുന്നത് ഒരു പക്ഷേ തൃക്കാക്കരയിലെ വിശേഷങ്ങൾ അറിയാൻ തന്നെയായിരിക്കും. ഏതായാലും തൃക്കാക്കരയിലെ ചടങ്ങുകൾ അത് ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നത് തന്നെയാണ് ഉള്ളത്. പ്രധാനപ്പെട്ട ചടങ്ങ്, അതായത് ഇന്നത്തെ ദിവസത്തെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ് മഹാബലിയെ എഴുന്നള്ളിക്കുക എന്നുള്ള ചടങ്ങ്. അത് അല്പസമയത്തിനുള്ളിൽ തന്നെ ആരംഭിക്കും. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ ഈ ക്ഷേത്രത്തിലെ മഹാബലി ആസ്ഥാനത്ത് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്നും മഹാബലിയെ എഴുന്നള്ളിച്ച് പിന്നീട് ഇവിടുത്തെ ശിവക്ഷേത്രത്തെ വലം വെച്ച് വാമനമൂർത്തി ക്ഷേത്രത്തിലേക്ക് ചെല്ലും. അതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങുള്ളത്. അതിനുശേഷം 9 ആനകളിൽ അണിനിരക്കുന്ന ഒരു ശിവേലിയുണ്ട്. ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഉത്സവം തന്നെ, അത് ഓണം കാലം തന്നെയാണ് ഇവിടുത്തെ ഉത്സവം. അത്തം ദിവസം കൊടികയറുന്നു. പിന്നീടുള്ള 10 ദിവസങ്ങളിൽ ഇവിടെ ഓണാഘോഷത്തിൻ്റെ ഒപ്പം തന്നെ അതായത് ഉത്സവാഘോഷം നടക്കുന്നു എന്നൊരു പ്രത്യേകത, അല്ലെ അത്തരത്തിലൊരു സവിശേഷത ഉള്ള ഒരു കേരളത്തിലെ ഒരു അപൂർവ ക്ഷേത്രം കൂടിയാണ് തൃക്കാക്കര. ഈ ഓണത്തിൻ്റെ ചരിത്രവും ഒപ്പം തന്നെ അതിൻ്റെ ഐതിഹ്യവും അതെല്ലാം തന്നെ തൃക്കാക്കരയുമായി കെട്ടുപിണഞ്ഞ് കിടക്കുന്നതാണ് എന്ന് തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ തൃക്കാക്കരയിലെ ഓണാഘോഷം അത് വളരെയധികം
ശ്രദ്ധിക്കപ്പെടുന്ന അല്ലെങ്കിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഇന്നിപ്പോൾ ഈ മഹാബലിയെ എഴുന്നള്ളിക്കുന്ന ചടങ്ങുണ്ട്, അതിനുശേഷം ശിവേലി തുടങ്ങും. പിന്നീടാണ് 10:30 ഓണസദ്യ നടക്കും. ഈ തൃക്കാക്കരയെ സംബന്ധിച്ച് ഓണാഘോഷങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഓണസദ്യ എന്നുള്ളത്. സാധാരണ ഈ നേരത്തെ കാലങ്ങളിൽ, അതായത് പണ്ട് കാലങ്ങളിൽ ക്ഷേത്രത്തിലെ ജീവനക്കാർക്കും ഒപ്പം ഇവിടെ ഈ ഓണനാളിൽ എത്തുന്ന കച്ചവടക്കാർക്കും ആനക്കാർക്കും ഒക്കെ വേണ്ടി ആരംഭിച്ച ഒരു പരിപാടി അല്ലെങ്കിൽ ഓണസദ്യ, അതിന്ന് വലിയ വിപുലമായിട്ടുള്ള ഒരു രീതിയിൽ തന്നെയാണ് നടത്തപ്പെടുന്നത്. 10,000-കണക്കിന് ആളുകൾ ഓണസദ്യക്ക് പങ്കെടുക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇത്തവണയും വിപുലമായിട്ടുള്ള ഒരു സദ്യ ഒരുക്കിയിട്ടുണ്ട്. 22 ഈ സദ്യവട്ടങ്ങളുള്ള ഓണാഘോഷമാണ്, ഓണസദ്യയാണ് ഒരുക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ 2500 കിലോ അരിയുടെ സദ്യ ഊണാണ് ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. ഏതായാലും ഈ ചടങ്ങ്, മഹാബലിയെ എഴുന്നള്ളിക്കുന്ന ചടങ്ങ് ആരംഭിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ മഹാബലിയെ ഇവിടെ നിന്നും എഴുന്നള്ളിച്ച് അദ്ദേഹത്തിൻ്റെ ആരാധനാമൂർത്തി അല്ലെങ്കിൽ അദ്ദേഹം പൂജ ചെയ്തിരുന്ന അതാണ് ഈ ശിവക്ഷേത്രം ആണ് കരുതുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആരാധനാമൂർത്തിയായിട്ടുള്ള ശിവനെ വലം വെച്ചതിന് ശേഷമാണ് വാമന ക്ഷേത്രത്തിലേക്ക് ചെല്ലുന്നത്. ഈ ചടങ്ങാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ആ ചടങ്ങിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം എന്ന് പ്രതീക്ഷിക്കുന്നു. തൃക്കാക്കര വാമന ക്ഷേത്രത്തിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ. നമ്മൾ അവിടെയും സാങ്കേതിക പ്രശ്നമാണല്ലോ ഭഗവാനെ. എന്തായാലും ഒരു പക്ഷേ ഇത്തരം ഇടങ്ങളിലൊക്കെ ഒരുപാട് ആളുകൾ വന്നു ചേരുന്ന സ്ഥലമല്ലേ. വളരെ സ്വാഭാവികം. മൊബൈൽ ഫോണുകളുടെ എണ്ണം കൂടുമ്പോഴേക്കും ഇത് മൊബൈലിനെ സിം കാർഡിനെ ബേസ് ചെയ്താണ് ഈ ലൈവ് വ്യൂവും വർക്ക് ചെയ്യുന്നത്. ഒരു കൃത്യമായ ഒരു കമന്റ് വന്നത്, അമ്പലങ്ങളോടും വിശ്വാസങ്ങളോടും കൂടുതൽ ചേർന്ന് സംസാരിക്കാൻ മറ്റൊരു ചാനലിലും താല്പര്യമില്ല. ജനം ടി വിക്ക് നന്ദി. അളമുട്ടിയെ ചേരാന്നൊക്കെ രാവിലെ എങ്ങനെ വിളിക്കുക, എന്തൊരു നല്ല പേരിടുന്നത്. ചില കമന്റുകൾ ഓപ്പണായി പറയാനാണ് അദ്ദേഹം ആ പേര് ഉപയോഗിക്കുന്നത്. അതെ, അതുകൊണ്ട് സ്വന്തം ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ പക്ഷെ പറയേണ്ടത് വിളിച്ചു പറയുകയും വേണമല്ലോ. നമുക്കിനി കോഴിക്കോട് പോകണം. കാരണം വടക്കിൽ നമ്മൾ അത്രത്തോളം എത്തിയിട്ടില്ല. തളി ക്ഷേത്രത്തിൽ നിന്ന് ചേരുന്നത് ആനന്ദ് പുതൂറാണ്. ആനന്ദ്, നമസ്തേ, തിരുവോണ ദിനാശംസകൾ. ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ആനന്ദിനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അവിടെ നിന്നുള്ള വിവരങ്ങളൊക്കെ അറിയാൻ നല്ലൊരു ചിരിയോടുകൂടി ആനന്ദ് അവിടെ വലിയ സന്തോഷത്തിലാണ്. അതിനുള്ള കാര്യം പിന്നീട് പറയാം, സസ്പെൻസ് ആണ്. എങ്ങനെയാണോ ആനന്ദേ? എല്ലാവർക്കും ഓണാശംസകൾ. ഞാനിപ്പോൾ നിൽക്കുന്നത് തളി ക്ഷേത്രത്തിലാണ്. കോഴിക്കോടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളൊന്നു തന്നെയാണ്. പൊതുവെ മലബാറും ഓണം ആഘോഷിക്കുന്നതിൽ ഒട്ടും കുറവില്ല എന്നുള്ളത് നമുക്ക് ഈ ക്ഷേത്രാങ്കണത്തിൽ നിന്ന് തന്നെ വ്യക്തമാകും. കാരണം അത്ര വലിയ ഒരു ഭക്തജന തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. രാവിലെ മുതൽ തന്നെ ഓരോ സമയം കഴിയുന്തോറും ഈ തിരക്ക് വർദ്ധിച്ചു വരുന്ന ഒരു കാഴ്ച തന്നെയാണുള്ളത്. എന്തായാലും നമ്മളോട് കൂടി ഇപ്പോൾ ചേർന്ന് ക്ഷേത്രത്തിൻ്റെ മാനേജറും മറ്റ് ഭാരവാഹികളുമാണ്. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി. വളരെ സന്തോഷം. ക്ഷേത്രത്തിൽ ഇന്ന് പ്രധാനപ്പെട്ട പരിപാടികൾ ഓണമായിട്ട് ബന്ധപ്പെട്ട പരിപാടി എന്ന് പറയുമ്പോൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു അവതാരത്തിൻ്റെ, വാമന ഭഗവാന്റെ ഒരു ഇതായിട്ടാണല്ലോ നമ്മൾ ആഘോഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശ്രീകൃഷ്ണ ക്ഷേത്രവും ഈ തളി ക്ഷേത്രത്തിലുണ്ടല്ലോ. അപ്പോൾ അവിടെയാണ് നമ്മളൊരു 500 ലിറ്റർ വിശേഷമായ പാൽപ്പായസം നേദിച്ചിട്ടുണ്ട്. അതുപോലെ ഉത്രാടക്കൊല സമർപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ ഉത്രാട സദ്യ വളരെ ഗംഭീരമായി തന്നെ നമുക്ക് ഭക്തജനങ്ങൾക്ക് നൽകാൻ സാധിച്ചു. അങ്ങനെ വിശേഷമായ എല്ലാ മുൻ ഒരുക്കങ്ങളും ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അഭൂതപൂർവമായ തിരക്ക് എല്ലാ വർഷവും കൂടി വരുന്ന ഒരു കാര്യം, സന്തോഷമുള്ളൊരു കാര്യവും നടക്കുന്നുണ്ട്. എന്തായി വീട്ടിലെ ഓണാഘോഷങ്ങൾ? വളരെ ഗംഭീരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കൊല്ലം നമ്മൾ ഡിസംബർ 1-ാം തീയതി ഒരു ലക്ഷദ്വീപ് നടത്തുന്നുണ്ട്. അത് നെയ്വിളക്ക് കൊണ്ടാണ്. ആദ്യമായിട്ടാണ് ഇപ്പോൾ നെയ്വിളക്ക് കൊണ്ട് പത്മനാഭ ക്ഷേത്രം കഴിഞ്ഞാൽ തളിയിലാണ് നടത്തുന്നത്. അതിൻ്റെ ഇന്നലെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു. ശ്രീധരൻപിള്ള വന്നിരുന്നു, സൗന്യറിനൊക്കെ. ഗംഭീരമായിട്ട് അമ്പലത്തിലെ കാര്യങ്ങൾ വളരെ ഇതായിട്ട് പോകുന്നുണ്ട്. ഹാപ്പി ഓണം. ആദ്യമൊക്കെ തളി ഒരു പ്രാദേശികമായ ഒരു ക്ഷേത്രമായിട്ട് അറിയപ്പെട്ടിരുന്നത്. ഇപ്പോൾ ആ രീതിയെല്ലാം മാറി. ഇപ്പോൾ പുറം ജില്ലകളിൽ നിന്ന് കാളെത്താൻ തുടങ്ങി. ശബരിമല സീസണിലേക്ക് മറ്റ് സംസ്ഥാനങ്ങളിലെ ആൾക്കാർക്ക് ഈ ക്ഷേത്രത്തിലൊരു ദർശനം ഒരു അനിവാര്യമായൊരു ഘടകമായിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും പുതിയ നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ, മാനേജറുടെ കീഴിൽ ഈ ക്ഷേത്രം ദിവസം അതിൻ്റെ അനുമതി അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഓണമൊക്കെ നന്നായില്ലേ? വളരെ ഗംഭീരം. അതുമാതിരി തന്നെ കുട്ടികളൊക്കെ പുറം നാട്ടിൽ നിന്നൊക്കെ വീട്ടിലേക്ക് വരിക, ഓണക്കളം ഒരുക്കുക, ഓണസദ്യ ഒരുക്കുക, പിന്നെ ക്ഷേത്ര ദർശനം. ഇപ്പോൾ കൃഷ്ണകുമാർ പറഞ്ഞ മാതിരി എല്ലാം കൊണ്ടും വളരെയധികം ഗംഭീരമാണ് ഈ കൊല്ലത്തെ ഓണം.
നന്ദി. തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ തന്നെ മലബാറിന്റെ മാത്രമല്ല കേരളത്തിൽ ഒട്ടാകെ തളി ക്ഷേത്രം ആ തലത്തിൽ ആധ്യാത്മിക രീതിയിൽ അടയാളപ്പെടുത്തി കൊണ്ടുവരികയാണ് എന്നാണ് പറയുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പുറനാട്ടുകളിൽ നടക്കം ആളുകൾ ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നുണ്ട്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്ന പോലെ തന്നെ പൂക്കളം, വളരെ മനോഹരമായ ഒരു പൂക്കളം ക്ഷേത്രത്തിൽ ഇട്ടിട്ടുണ്ട്. ഏതാണ്ട് മാനേജർ പറഞ്ഞ പോലെ തന്നെ 500 ലിറ്ററോളം പാൽപ്പായസം ഇന്നിവിടെ വിതരണം ചെയ്യുന്നുണ്ട്. ക്ഷേത്രത്തിൽ നിന്ന് ഉച്ചയ്ക്ക് സദ്യയില്ല, കാരണം ഉത്രാട സദ്യയായിരുന്നു. അത് കഴിഞ്ഞ ദിവസം തന്നെ എല്ലാവർക്കും കൊടുത്തിരുന്നു. എന്തായാലും ഓണം മലബാർ ഒട്ടും പുറകിലല്ല. ഈ തൃശ്ശൂരെ സംബന്ധിച്ചിടത്തോളം പുലികളിയാണെങ്കിൽ ഈ മലബാറിൽ പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഓണേശ്വരൻ അല്ലെങ്കിൽ ഓണപ്പൊട്ടൻ എന്നറിയപ്പെടുന്ന മഹാബലി രൂപമാണ് പൊതുവെ വീടുകൾ കയറുകയും ഐശ്വര്യം എല്ലാ വീട്ടിലും ഐശ്വര്യം പ്രദാനം ചെയ്യുകയും ചെയ്യുന്ന ഒരു ചടങ്ങാണ് പൊതുവെ ഉള്ളത്. സദ്യയിലും ഒട്ടും കുറവല്ല. എന്തായാലും തളി ക്ഷേത്രം ഓണത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച തന്നെ നമ്മൾ ഇപ്പോൾ കാണുന്നുണ്ട്. ആനന്ദിലേക്ക് ഒരു നിമിഷം മടങ്ങി വരാം. നമുക്ക് തൃക്കാക്കര എന്നുള്ള ദൃശ്യങ്ങൾ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് അതിലേക്ക് പോയാൽ വാമനെ എഴുന്നള്ളിക്കുന്ന ചടങ്ങ് നടക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടത് തൃക്കാക്കരയിൽ നിന്നും. രാവിലെ തന്നെ എത്ര ഇടങ്ങളിൽ നിന്നുള്ള, എത്ര ക്ഷേത്രങ്ങളിൽ നിന്നുള്ള എത്ര വ്യത്യസ്തമായ ആചാരങ്ങൾ എല്ലാം ഓണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. പക്ഷെ എല്ലാ ആചാരങ്ങളും ഒരുമിച്ച് ഉൾക്കൊണ്ട് അതെല്ലാം നമ്മുടെ ഫ്രെയിമിലേക്ക് ഇങ്ങനെ കയറി വന്നു. ആ കുഞ്ഞു വാമനനെ കണ്ടു. വളരെ ഭംഗിയുണ്ട്. നല്ല രസമായ തന്നെ വാമനൻ നടക്കുകയും ചെയ്യുകയും എല്ലാ കുസൃതിയും മുഖത്തുണ്ടായിരുന്നു. അച്ഛാ, ഇനി എങ്ങോട്ടേക്കാ പോകേണ്ടത്? ശരി, ഇടവേള. പക്ഷേ എനിക്കതിൽ മറ്റൊരു കാര്യം പറയാനുണ്ട്. ഈ എല്ലാവരെയും കാണിക്കാമെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് 2 പേര് മുങ്ങിയിട്ടുണ്ട്. അവരെ കാണുവാനില്ല എന്ന് സംഗതി വന്നിട്ടുണ്ട്. ഇതില് ഇഡലി സാമ്പാർ കഴിക്കാൻ പോയതായിരിക്കും കൃഷ്ണരാജും രജനിയും കേൾക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മടങ്ങി വരിക. നിങ്ങളെ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. പൊന്നോണമായി തിരുവാതിരയാടും ആട്ടക്കാലം. ഓണം പൊന്നോണമായി നേരെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് അഖിൽ ചേരുന്നു. അഖിൽ, എന്താണ് അവിടെ നടക്കുന്ന ചടങ്ങ്? തിരുവിതാംകൂർ രാജകൊട്ടാരത്തിൽ നിന്നുള്ള തമ്പുരാട്ടിമാരും രാജകുടുംബാംഗങ്ങൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര നടയിലെത്തി ദീപം തെളിക്കുന്ന കാഴ്ചയാണ്. ഒപ്പം ശ്രീ മാർത്താണ്ഡവർമ്മയും ഉണ്ട്, ഇളമുറക്കാരനാണ്.
തിരുവോണ ദിവസം ആചാര പെരുമകളാൽ സമൃദ്ധം തന്നെയാണ്. അത്തരമൊരു ആചാര പെരുമയിലേക്കാണ് നമ്മൾ പോകുന്നത്. എല്ലാം തത്സമയം അല്ലേ, ഓരോ ഇടത്ത് ചെല്ലുമ്പോഴും കാഴ്ചകൾ വ്യത്യസ്തം. തൃക്കാക്കരയിൽ നിന്ന് അങ്ങനെ ആറന്മുളയിലെ കാഴ്ച വേറെ, തളി ക്ഷേത്രത്തിലെ കാഴ്ച വേറെ, ഡൽഹി ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലുള്ള രാജകുടുംബാംഗങ്ങളുടെ ദർശനവും. എന്തായാലും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആ ഓണവില്ല് സമർപ്പണം തന്നെയാണ്. ആചാരപൂർണമായി ഓണവില്ല് സമർപ്പിച്ചതിന് ശേഷം കുടുംബം ജനം ടിവിയോടൊപ്പം ചേർന്നിരുന്നു. നമുക്ക് അഖിൽ പാലൂട്ടുമഠം തയ്യാറാക്കിയ ആ റിപ്പോർട്ടൊന്ന് കണ്ടുവരാം. ഈ തിരുവോണ നാളിൽ ഒരു പ്രത്യേകതയുള്ളത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഭഗവാന് ഓണവില്ല് സമർപ്പിക്കുക എന്നത് കൂടിയാണ്. ഇപ്പോൾ ഓണവില്ല് സമർപ്പിച്ചിട്ട് എത്തുന്നവർ നമ്മൾ ജനം ടിവിയോടൊപ്പം പ്രതികരിക്കുന്നുണ്ട്. വർഷങ്ങളായി മുടങ്ങാതെ തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമിക്ക് ഓണവില്ല് സമർപ്പിക്കുകയാണ്. ഇത്തവണ അത് മുടങ്ങാതെ നടന്നിരിക്കുകയാണ്. അത് മുടങ്ങാൻ പറ്റില്ല. കാരണം അത്രത്തോളം ഇടുക്കി ചേർന്ന ഒരു ആചാരമാണ് ഞങ്ങളുടെ പൂർവികർ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചത്. കാരണം ക്ഷേത്രം ചെയ്ത ശില്പികളുടെ പാരമ്പര്യമാണ്. അപ്പം ഒരു ക്ഷേത്രത്തിലെ തന്ത്രിയെ പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ശില്പിയും. അപ്പോൾ ഈ ശില്പികൾ നടത്തിയിട്ടുള്ള ഒരു പരമ്പരാഗതമായ ഒരു ആചാരമാണ് പള്ളിവില്ലെന്ന ഓണവില്ല് ചിങ്ങമാസത്തിലെ തിരുവോണനാൾ, അതായത് ശ്രീപത്മനാഭസ്വാമിയുടെ ജന്മനക്ഷത്രത്തിൽ സമർപ്പിക്കുക എന്ന് പറയുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തുടങ്ങിയ ആചാരം ഇപ്പോഴും തലമുറയായിട്ട് ഞങ്ങൾ കൈമാറി വരുന്നുണ്ട്. ആചാര അനുഷ്ഠാനത്തോടു കൂടി ഭഗവാന് വേണ്ടിയിട്ട് വില്ലുകൾ നിർമ്മിച്ച് വളരെ പവിത്രമായിട്ട് നിർമ്മിച്ച് 41 ദിവസത്തെ കഠിനമായ വ്രതം എടുത്താണ് ഞങ്ങൾ സമർപ്പിക്കുന്നത്. എത്ര ഓണവില്ലാണ് ഇത്തവണ സമർപ്പിച്ചത്? ഞങ്ങൾ 12 വില്ല് മാത്രമാണ് ആചാരപരമായിട്ട് സമർപ്പിക്കുന്നത്. കാരണം ഏറ്റവും വലിയ അളവിലുള്ള അനന്തശയനം, ദശാവതാരം, ശ്രീരാമ പട്ടാഭിഷേകം, ശാസ്താവ്, കൃഷ്ണലീല, വിനായകൻ, അങ്ങനെ 6 ജോഡി വില്ലാണ് ഭഗവാന് ആചാരപരമായിട്ട് സമർപ്പിക്കുന്നത്. ബാക്കിയൊക്കെ കൂടുതൽ എണ്ണം ഭക്തർക്ക് വേണ്ടിയിട്ട് നിർമ്മിക്കുന്നുണ്ട്. എന്നാലും കുടുംബത്തിൽ നിന്ന് സമർപ്പണമായിട്ട് നടക്കുന്നത് 12 വില്ലാണ്. ഈ കൊച്ചു കുട്ടികളടക്കം ആ കുടുംബത്തിലെ മുഴുവൻ ആൾക്കാരും ഇത്തവണയും ഭഗവാന് ഓണവില്ല് സമർപ്പിക്കാൻ എത്തിയിട്ടുണ്ട്. ആ സന്തോഷം എല്ലാവരും, ആ കുടുംബത്തിലെ എല്ലാവരും ഉണ്ട്. ഒരു തലമുറ തന്നെ ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്ര സന്നിധിയിൽ നിന്നും ക്യാമറമാൻ അനീഷിനൊപ്പം അഖിൽ പാലോട്ടുമഠം, ജനം, തിരുവനന്തപുരം. എന്തായാലും വലിയൊരു അബദ്ധം പറ്റിയിരിക്കുകയാണ്, ഞങ്ങളാകെ പെട്ടിരിക്കുകയാണ്. എല്ലാ കാര്യവും ഉണ്ടായിരുന്നു, രജനി എടുത്തിട്ട് വന്നത്. ഞാൻ ഇപ്പൊ പോയി ശരിയാക്കിയിട്ട് വരാന്ന് പറഞ്ഞു പോയത്. ഇനി കയറുമ്പോൾ പ്രേക്ഷകരെ ചോദ്യം ചെയ്താൽ മതിയാകും. നമ്മൾ ഈ അത്തം മുതൽ എല്ലാ ദിവസവും ഓരോ ദിവസത്തിന്റെ പ്രത്യേകത, പൂക്കളത്തിന്റെ പ്രത്യേകത ഒക്കെ നമ്മൾ പറഞ്ഞു പോന്നിരുന്നു അല്ലെ. ഇന്നിപ്പോൾ തിരുവോണം എത്തി. അതെ, അത്തം മുതലുള്ള എല്ലാ ദിനങ്ങളുടെയും പ്രത്യേകത വിവരിച്ചു നൽകിയത് വേദപണ്ഡിതൻ ആചാര്യ ഗോപാലകൃഷ്ണ വൈദികാണ്. ഇന്ന് തിരുവോണം നക്ഷത്രത്തിന്റെ പ്രത്യേകത, ഐതിഹ്യം എന്നിവ കൂടി അദ്ദേഹം വിവരിച്ചു നൽകും. അപ്പോൾ ഇന്ന് തിരുവോണമാണ്. നമ്മൾ 10 ദിവസമായി ആചരിച്ചു വരുന്ന വ്രതം ഇന്ന് സമാപിക്കുകയാണ്, അല്ലെങ്കിൽ സമാപിച്ചു. അപ്പോൾ വ്രതം സമാപിപ്പിക്കുന്നതിനാണ് നമ്മൾ സദ്യ, വിഭവസമൃദ്ധമായ സദ്യയോടെ അത് സമാപിപ്പിക്കുന്നത്. ഉത്രാടപ്പാച്ചിൽ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഉത്രാടത്തിന് വലിയ പാച്ചിലാണ്. അമ്മമാരും ഒക്കെ തകർത്തു വെച്ച് ഓട്ടം ഓടും, കാരണം അടുത്ത ദിവസം സദ്യയാണ്. അപ്പോൾ തിരുവോണത്തിൻ്റെ അന്ന് നമ്മുടെ വ്രതം സമാപിപ്പിച്ച് നമ്മുടെ ആഘോഷങ്ങളും ആചരണങ്ങളും ഒക്കെ സമാപിപ്പിക്കുന്ന ദിവസമാണ്. അപ്പോൾ ഇവിടെ പൂക്കളത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നുള്ളത് കൊണ്ട് അത് മുഴുവനാക്കണം. ഏറ്റവും പുറമേയുള്ള കളർ കടും കളറായിരിക്കും. അത് അന്നമയ കോശത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതിനകത്തെ ഒരു വളയം പ്രാണമയ കോശത്തെയാണ് സൂചിപ്പിക്കുക. അതുകൊണ്ടത് അഗ്നിയുടെ കളർ വരണം. അതായത് ഒരുതരം കടുത്ത കാവി നിറത്തിലുള്ള പുഷ്പങ്ങളാണ് അതിനുപയോഗിക്കുക. അന്നമയം കഴിഞ്ഞാൽ പ്രാണമയം, പ്രാണമയം കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ മനോമയ കോശമാണ്. അത് വെള്ള നിറത്തിലുള്ള പൂക്കളാണ് നമ്മളതിനുപയോഗിക്കുക. മനോമയം കഴിഞ്ഞാൽ വിജ്ഞാനമയം, ബുദ്ധിയെ സൂചിപ്പിക്കുന്നതാണ് ജ്ഞാനം. അപ്പം ജ്ഞാനത്തെ സൂചിപ്പിക്കാൻ നീല നിറത്തിലുള്ള പുഷ്പങ്ങളാണ് ചിലയിടങ്ങളിൽ ആചാര്യന്മാർ നിർദ്ദേശിക്കുന്നത്. നീലപുഷ്പങ്ങൾ, നീല നിറം അഗാധതയുടെ നിറമാണ്. അതുകൊണ്ട് വിജ്ഞാനം അല്ലെങ്കിൽ അറിവ്, ബുദ്ധി അഗാധമാണല്ലോ. അതുകൊണ്ടാണ് നമ്മൾ നീല നിറം ഉപയോഗിക്കുന്നത്. ഭഗവാൻ കൃഷ്ണൻ്റെ നിറം നീലയാണല്ലോ. ആ സമുദ്രത്തിൻ്റെ സമുദ്രത്തിൻ്റെ നിറം നീല, ആകാശത്തിൻ്റെ നിറം നീല. അപ്പം നീല നിറമാണ് അതിന് നമ്മൾ ഉപയോഗിക്കുക. ബുദ്ധി, വിജ്ഞാനമയ കോശം, അതിൻ്റെ ഉള്ളിൽ ആനന്ദമയ കോശം. ആനന്ദമയ കോശം നമ്മൾ ഉപയോഗിക്കുന്നത് റെഡ് കളറാണ്. ആനന്ദമയ, ഒന്ന് കാവ്യായിരുന്നു, അടുത്തത് റെഡ് കളറിലാണ് ആനന്ദമയ കോശത്തെ സൂചിപ്പിക്കുന്ന റെഡ്, കടുത്ത
ചുവപ്പ് കളറിലുള്ള ചെമ്പരത്തി പോലെയുള്ള പുഷ്പങ്ങളാണ് അതിനുപയോഗിക്കുക. അപ്പോൾ അതിനുള്ളിലാണ് തൃക്കാക്കരയപ്പൻ്റെ പ്രതിഷ്ഠ വരിക. അവിടെ നമ്മൾ ഇടിഞ്ഞിൽ കൊണ്ട് ദീപം കൊളുത്തും തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ. അങ്ങനെയാണ് ഈ പൂക്കളങ്ങൾ ഒരുക്കേണ്ടത്. ഇങ്ങനെയാണ് ചെയ്തിരുന്നത്, അത്രമാത്രം മനസ്സിലാക്കിയാൽ മതി. ചിലപ്പോൾ ഇപ്പോൾ ആധുനിക കാലത്ത് നിങ്ങൾക്കിത് കഴിഞ്ഞില്ല എന്ന് വരും. അത് പിന്നെ നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ പൂക്കളം ഇടുക. അപ്പോൾ ഇനി മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത്, ഈ പണ്ടൊക്കെ സദ്യ കഴിച്ചിരുന്നത് രാവിലെയാണ്, ഉച്ചയ്ക്കല്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഉച്ചയ്ക്കാണ് സദ്യ കഴിക്കുക. അത് പണ്ട് ചെയ്തിരുന്നത് രാവിലെയാണ്. അപ്പോൾ ആയുർവേദ വൈദ്യന്മാർ പറയുന്നത് രാവിലെ വിഭവസമൃദ്ധമായി ഭക്ഷണം കഴിക്കുന്നതാണ് ശ്രേഷ്ഠമെന്നാണ്. അത് പരിഗണിച്ചാട്ടെ, പറ്റുമെങ്കിൽ ചെയ്താട്ടെ. പിന്നെ മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത്, പാൽപ്പായസം നിങ്ങൾ ഇന്നത്തെ സദ്യയിൽ ഉപയോഗിക്കരുതായിരുന്നു. പാൽപ്പായസം, പാലുകൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ, പാൽപ്പായസം തൈരോ മോരോ ആണെങ്കിലേ പറ്റുള്ളൂ. പാൽപ്പായസവും ഉപ്പ്, പുളി തുടങ്ങിയ സാധനങ്ങളും കൂടെ ചേരില്ല. ശർക്കര പായസം മാത്രമേ സദ്യയ്ക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. പാലും മറ്റ് രസങ്ങളും കൂടെ ചേരില്ല. ഉപ്പ്, പുളി, എരി ഇതൊന്നും പാലിനോട് ചേരുന്നതല്ല, ശരീരത്തിന് വലിയ ഹാനി വരുത്തുന്നതാണ്. നമ്മൾ ഒരിക്കലും സദ്യയ്ക്ക് പാൽപ്പായസം ഉപയോഗിച്ചിട്ടില്ല. ഇപ്പോഴാണ് നമ്മളത് ഉപയോഗിച്ച് തുടങ്ങിയത്. ഇത് വളരെ ഹാനികരമാണ്. ശർക്കര പായസം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. കഴിയുന്നതും രാവിലെ സദ്യ കഴിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം. അതിനകത്തെ പ്രധാനപ്പെട്ട വിഭവങ്ങൾ അതെല്ലാം കഴിച്ചിരിക്കണം. അതായത് പുളിശ്ശേരി, ചെറുപയർ, പപ്പടം, സാമ്പാർ, അവിയൽ, തോരൻ, ഉപ്പിലിട്ട ഇഞ്ചി, നാരങ്ങ, ഇതൊക്കെ ശ്രദ്ധിക്കണം. ഇതെല്ലാം നിർബന്ധമായും കഴിച്ചിരിക്കണം. ചെറുപയർ കൊണ്ടുള്ള പരിപ്പാണ് ഏറ്റവും ശ്രേഷ്ഠമാവുക, അത് നിർബന്ധമായിട്ടും കഴിച്ചിരിക്കണം. ഉപ്പേരി നിർബന്ധമായിട്ടും അത് കഴിക്കണം. 1-2 കഷണങ്ങൾ മതി, പക്ഷേ അത് നിർബന്ധമായും കഴിക്കണം. കാരണം അത് ആരോഗ്യവുമായിട്ട് നേരിട്ട് ബന്ധമുള്ള കാര്യങ്ങളാണ്. അവസാനം വൈകുന്നേരത്തെ വിഷ്ണു സഹസ്രനാമത്തോടെ നിങ്ങളുടെ വ്രതം സമാപിക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ തിരുവോണാഘോഷം. അപ്പോൾ വൈകുന്നേരങ്ങളിൽ ഒരു കാര്യം ചെയ്യണം. കുലശേഖര ആൾവാർ എന്ന് പറയുന്ന മഹാസിദ്ധനെ, അദ്ദേഹത്തിൻ്റെ മുകുന്ദമാലയിലൊരു ഭാഗമുണ്ട്. ത്വദ്ഭക്ത, ഭഗവാനോട് പ്രാർത്ഥിക്കുക. ത്വദ്ഭക്ത ഭൃത്യ പരിചാരക ഭൃത്യ ഭൃത്യ ഭൃത്യസ്യ ഭൃത്യ ഇതി മാം സ്മരലോകനാഥ. ഭഗവാനെ, അങ്ങയുടെ ഭൃത്യസ്യ, അങ്ങയുടെ ഭക്തൻ്റെ ഭൃത്യൻ്റെ 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 ഭൃത്യനായിട്ടെങ്കിലും മാം സ്മര, എന്നെ ഓർമ്മിക്കണേ. മാം സ്മര ലോകനാഥ. എത്ര വിനമ്രതയോടെയാണ് ഒരു മഹാചക്രവർത്തി പ്രാർത്ഥിക്കുന്നതെന്ന് ചിന്തിക്കുക. ഈ വിനമ്രത ഇല്ലാതെ തൃണാദപി സുനീചേന, തൃണത്തെക്കാളും പുല്ലിനേക്കാളും എളിയവനായിരിക്കണം വിഷ്ണു ഭക്തൻ എന്ന് ആചാര്യന്മാർ പറയുന്നുണ്ട്. ആ ഒരു ഓർമ്മയോടെ ഈ വർഷത്തെ തിരുവോണം നമുക്ക് ധന്യമാക്കാം. എല്ലാവർക്കും ഹരിസ്മരണം ഉണ്ടാവട്ടെ. ഇത്രയും ദിവസം ഓണവിശേഷം, ഓരോ നക്ഷത്രത്തിൻ്റെ വിശേഷം, പ്രത്യേകതകൾ, ആചാരങ്ങൾ, ഐതിഹ്യങ്ങൾ നമുക്ക് വിളമ്പിയ ശ്രീ ഗോപാലകൃഷ്ണ വൈദികന് ജനം TV-യുടെയും പ്രേക്ഷകരുടെയും തിരുവോണ ആശംസകൾ. നല്ല വാർത്തയാണ് അല്ലേ? ഓണവിശേഷങ്ങൾ കൊണ്ട് മനസ്സ് നിറയുന്നതോടൊപ്പം തന്നെ സന്തോഷകരമായ ചില വാർത്തകൾ കൂടി നമുക്ക് പങ്കുവയ്ക്കാനുണ്ട്. കുഞ്ഞാരഭയ്ക്ക് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നൽകിയ വാഗ്ദാനം പ്രാവർത്തികമാക്കിയിരിക്കുകയാണ് ഈ ഓണനാളിൽ, അല്ലേ? അസുഖബാധിതയായിരുന്നു ആരഭി. എന്തായാലും ആരഭയും കുടുംബവും സ്വന്തം വീട്ടിൽ തന്നെയാണ് ഓണം ഉണ്ണുന്നത്. കൊച്ചി പെരുമ്പളത്തുള്ള ഇവരുടെ വീട് ജപ്തി ഭീഷണിയിൽപ്പെട്ടതോടെ സുരേഷ് ഗോപി ഇടപെട്ട് സഹായം എത്തിക്കുകയായിരുന്നു. അതാണ് ഇന്നേ ദിവസം പ്രാവർത്തികമായിരിക്കുന്നത്. നമുക്ക് ആ റിപ്പോർട്ടിലേക്ക് പോകാം. പെരുമ്പളം സ്വദേശി രാജപ്പന്റെ കുടുംബത്തെ ദുരിതത്തിലാഴ്ത്തിയത് ക്യാൻസർ ആയിരുന്നു. മകൾ രശ്മി മോൾക്ക് ആദ്യം ക്യാൻസർ പിടിപെട്ടു. 26-ാം വയസ്സിൽ മകൾ മരണത്തിന് കീഴടങ്ങി. ഏറെ വൈകാതെ ഭാര്യ മിനിക്കും ക്യാൻസർ സ്ഥിരീകരിക്കുന്നു. മിനിയുടെ ചികിത്സയുമായി വലയുമ്പോഴാണ് മകളുടെ ഇളയ കുട്ടി 4-ാം ക്ലാസ്സുകാരി ആരഭിക്കും ക്യാൻസർ തിരിച്ചറിയുന്നത്. മൂന്നുപേരുടെയും ചികിത്സക്ക് പണം കണ്ടെത്തുന്നതിനായാണ് മത്സ്യത്തൊഴിലാളിയായ രാജപ്പൻ ബാങ്കിൽ വീട് പണയപ്പെടുത്തുന്നത്. ചികിത്സാ ചിലവുകൾക്കിടെ തുച്ഛമായ വരുമാനത്തിൽ നിന്നും ബാങ്ക് ലോൺ അടക്കുന്നതും മുടങ്ങി.
നാട്ടുകാരുടെ സഹായം കൊണ്ട് മാത്രമായിരുന്നു ഈ കുടുംബം കഴിഞ്ഞിരുന്നത്. കുടുംബത്തിന്റെ കഷ്ടതകളറിഞ്ഞ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സഹായഹസ്തം നീട്ടുകയായിരുന്നു. ഈ ഓണത്തിന് ഇവർക്ക് കിടപ്പാടം വീണ്ടെടുത്ത് നൽകുമെന്നായിരുന്നു കേന്ദ്രമന്ത്രിയുടെ ഉറപ്പ്. സുരേഷ് ഗോപി സാറ് ചേട്ടൻ്റെ വിളി കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ സങ്കടവും നിങ്ങളുടെ പ്രാർത്ഥനയും സാറ് കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ പരിപാടിക്ക് നിങ്ങളുടെ പ്രമാണത്തിൻ്റെ ഇത് അത് സുരേഷ് ഗോപി സാറ് നേരിട്ട് സാറേ എൻ്റെ പൈസ നിങ്ങളുടെ അക്കൗണ്ടിൽ അവിടെ ബാങ്കിലടച്ച് നിങ്ങളുടെ പ്രമാണം നിങ്ങൾക്ക് തിരിച്ചു തരും. സാറ് നിങ്ങൾ കടവില്ലാത്ത വീട്ടിലിരുന്ന് ഓണം ഉണ്ണാൻ എന്ന് സാറിൻ്റെ ഒരു ഇതിൽ കൊണ്ട് സാറ് ഫണ്ട് നിങ്ങൾക്ക് നേരിട്ട് അത് ചെയ്തുകൊണ്ട് അപ്പം എന്നെ സാറ് വീഡിയോ ചെയ്ത് അതെൻ്റെ ഫോണിൽ കേൾപ്പിച്ച് തന്നു. സാറിങ്ങനെ ബാങ്ക് മാനേജരെ കണ്ണം കേൾപ്പിച്ച് കൊടുത്ത്. അപ്പോൾ എനിക്ക് തന്നെ സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു അത്ഭുതമായിപ്പോൾ. ഞാനിത് സ്വപ്നം കാണിയാണ് എന്താണെന്ന് എനിക്കറിയില്ല. കാരണം ഇത് നേരായിട്ടും തന്നെയാണ് ഈ നടക്കണ സംഭവം എന്താണെന്ന് പോലും എനിക്കറിയാൻ പറ്റില്ല. ഇളയ പേരക്കുട്ടി ആരബി ജന്മന സംസാരശേഷി കുറവുള്ളതാണ്. മജ്ജയിലാണ് കുട്ടിക്ക് ക്യാൻസർ ബാധിച്ചിരിക്കുന്നത്. കുട്ടിയുടെ തുടർ ചികിത്സയും സുരേഷ് ഗോപി ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഞാൻ അമൃതയില് വിളിച്ച് ജഗ്ഗുസ്വാമി അടുത്തും അമൃത സ്വരൂപാനന്ദ സ്വാമി അടുത്തും ഞാൻ പറയാം. ഞാൻ പറഞ്ഞതിന് ശേഷം പോയി കാണണം കേട്ടോ. ജപ്തി ഒഴിവാക്കി വീട് തിരികെ ലഭിച്ചതോടെ മറ്റ് കഷ്ടതകളും നീങ്ങുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് രാജപ്പനും കുടുംബവും. ഞങ്ങളുടെ വീടിൻ്റെ ആ ഒരു നട്ടല്ലാണ് ആ ഒരു പ്രമാണം എന്നൊക്കെ പറഞ്ഞത്. അത് ഞങ്ങൾക്ക് കിട്ടിയപ്പോൾ തന്നെ ഞങ്ങൾ പകുതി സന്തോഷവാന്മാരായി. ഇനി വീടിൻ്റെ പ്രമാണം കിട്ടി. അപ്പോൾ അവൾ വളരെ സന്തോഷവാനായി. കുഞ്ഞും കൂടി ഇതിൽ മോചനം കൂടി കിട്ടിക്കഴിയുമ്പോൾ അയാൾ കുറച്ചുകൂടി ഇതാവും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ക്യാമറമാൻ വിപിൻ ആൽവയ്ക്കൊപ്പം കിരൺ കുമാർ, ജനം, കൊച്ചി. ധാരാളം കമൻസ് വരുന്നുണ്ട്. രവീന്ദ്രൻ ഇടശ്ശേരിയിലെമ്പാടുമുള്ള മലയാളികൾക്ക് ഓണാശംസ നേരുന്നുണ്ട്. ഭരതൻ നായർ ശ്രീകുമാർ, എക്സലന്റ് ഓണം വിത്ത് ജനൻ ടി വി. റിയലി വി ആർ എൻജോയിങ് ഓണം വിത്ത് ജനൻ ടി വി. എല്ലാവർക്കും ഗിരിജ CS ആശംസയുണ്ട്. നന്ദനാർ കൃഷ്ണരാജിനെ കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തതല്ല. കൃഷ്ണരാജ് 20 ജില്ലയിൽ വേണമെന്നൊക്കെയാണ് നന്ദനാർ പറയുന്നത്. ഞാൻ അങ്ങനെയൊന്നും ഒരിക്കലും പറയില്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല, ഇനി പറയുകയില്ല. 20 ഒതുക്കില്ല. പക്ഷെ അത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയും വേറെ ആരും ഇങ്ങനെ ഒരു കമന്റ് അയച്ചിട്ടുണ്ടെന്ന്. ബിജു ശ്രുതി ശിവൻപിള്ളை പറയുന്നു, പ്രവാസികൾക്ക് നിങ്ങളുടെ 4 പേരെയും കാണുമ്പോൾ പുത്തൻപുലരിയിലൂടെ കാണുമ്പോൾ നാട്ടിലാണോ എന്ന് തോന്നിപ്പോകുന്നു. മതി, അത്ര മതി. സദാനന്ദനും തുരുതുര വെടിവെക്കുന്നുണ്ട്. മെസ്സിൽ നിന്ന് കൊടുത്ത ഇഡലി ഒരു 1.5 ആയി പോയി തോന്നുന്നു എന്നാണ് തോന്നുന്നത്. പോയിട്ട് ഇതുവരെ വന്നിട്ടില്ലല്ലോ. ഇതൊന്നും ഞാൻ പറഞ്ഞു പറയിക്കുന്നതല്ല. നമ്മൾ കൃഷ്ണരാജിന് സാദരം സമർപ്പിക്കുന്നു. മുരളീധരൻ പി, ജനൻ ടി വിയുടെ ഓണപ്പാട്ടിൽ ഒരു സുന്ദരനായ മാവേലി ആവിഷ്കരിച്ചതിൽ അഭിനന്ദനങ്ങൾ. മുരളീധരൻ പി, താങ്ക് യു. എന്തായാലും 3 നാരി ശക്തികൾക്ക് പ്രത്യേക അഭിനന്ദനമുണ്ട്, ആശംസയുണ്ട്. ഐശ്വര്യവും സമൃദ്ധിയും നിറഞ്ഞ നാളുകൾ. നല്ല ഉത്സാഹത്തിലും ഊർജത്തിലും ആണല്ലോ നാരി ശക്തികൾ. ഓക്കെ, അടുത്ത മറ്റൊരു ആചാരം, ഓണവുമായി ബന്ധപ്പെട്ട് പലയിടങ്ങളിലും പല ആചാരങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. ഈ ശാസ്താംകോട്ട ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പതിവ് തെറ്റിക്കാതെ ഇക്കുറിയും വാനരസദ്യ നടന്നു. അവിടെ ഉത്രാട ദിനത്തിലും തിരുവോണത്തിനുമാണ് ഇത്തരത്തിൽ വാനരസദ്യ ഒരുങ്ങുക. വാനരസദ്യ കാണുന്നതിനായി ദൂരദേശങ്ങളിൽ നിന്നടക്കം ഒട്ടേറെ പേർ അവിടെ എത്തുകയും ചെയ്തു. നമുക്ക് അതൊന്ന് കണ്ടുവരാം. തീർച്ചയായും. തൂശനിലയിൽ തുമ്പപ്പൂച്ചോറും അവിയലും കൂട്ടുകറികളും പരിപ്പും പപ്പടവും സാമ്പാറും പായസവും അടക്കം സദ്യവട്ടങ്ങളെല്ലാം ഉൾപ്പെടുത്തിയാണ് വാനരന്മാർക്ക് സദ്യ നൽകുന്നത്. വിളമ്പിക്കഴിഞ്ഞാലുടൻ കൂട്ടത്തിലെ നേതാവെത്തി രുചിച്ചു നോക്കും. പിന്നാലെ വാനരപ്പട ഒന്നാകെ അണിനിരക്കും. ഉത്രാട ദിനത്തിലും തിരുവോണ ദിനത്തിലുമാണ് എല്ലാ കൂട്ടുകറികളും ഉൾപ്പെടുത്തി ചരിത്രപ്രസിദ്ധമായ വാനരസദ്യ. ശാസ്താംകോട്ട ക്ഷേത്രത്തിലെ വാനരന്മാർ മനുഷ്യരുമായിട്ട് കൂടുതൽ ഇടപഴകി ജീവിക്കുന്ന ഒരു വിഭാഗമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആഘോഷങ്ങളിലൊക്കെ അവർക്കും പങ്കാളിത്തമുള്ളതായിട്ട് നമ്മൾ വിശ്വസിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ഏറെ വർഷങ്ങളായി ഉത്രാട ദിവസവും അത് കഴിഞ്ഞ് തിരുവോണ ദിവസവും ഇവിടെ ഓണം പ്രമാണിച്ച് അവർക്ക് സദ്യ നടത്തി വരുന്നുണ്ട്. ഇന്നിപ്പോൾ ഇവിടെ കണ്ട കാഴ്ച ഉത്രാട ദിവസത്തെ ഉത്രാട സദ്യയുടെയാണ്. വാനരന്മാരെല്ലാവരും തന്നെ ഇവിടെ വന്ന് അതിൽ പങ്കാളികളാകുകയും ചെയ്യുന്നുണ്ട്. കലപില കൂട്ടിയും ചങ്ങാത്തം പറഞ്ഞും പരസ്പരം വാരി നൽകിയുമെല്ലാം സദ്യ കെങ്കേമമാക്കുകയാണ് ശാസ്താംകോട്ടയിലെ വാനരസേന. കേരളത്തിൽ മറ്റൊരു ക്ഷേത്രത്തിലും കാണാത്ത അത്യപൂർവ കാഴ്ചയാണ് ഇത്. ഓണദിനത്തിൽ മാത്രമല്ല, നിത്യേന ക്ഷേത്രത്തിൽ വാനരയൂട്ട് നടന്നു വരുന്നുണ്ട്.
ശ്രീരാമസ്വാമിയുടെ അനുചരന്മാരായിട്ടാണ് ശാസ്താംകോട്ടയിലെ വാനരന്മാരെ ഭക്തർ നോക്കിക്കാണുന്നത്. ജനം, കൊല്ലം. നമ്മൾ നേരത്തെ ഈ സദ്യവട്ടങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞത്, കാരണം ഓരോ നാളിൻ്റെ പ്രത്യേകത പോലെ തന്നെ ഈ ഓണ ദിവസത്തെ സദ്യ വിളമ്പുന്നതിൽ ശർക്കര പായസം മാത്രമേ പാടുള്ളൂ, പാൽ പായസം പാടില്ല എന്നൊക്കെ ആ സമയത്തുള്ള ഒരു കമൻറ്റാണ്. അതിപ്പോഴെങ്കിലും വായിക്കണം. കാരണം പാൽ പായസം നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കഴിക്കണ്ട, എനിക്ക് തന്നേക്കൂ എന്ന് നമസ്തേ എന്ന ഹാൻഡിലിൽ നിന്നുള്ള ആ മഹാൻ അല്ലെങ്കിൽ മഹതി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ഇവിടെ സദ്യ ഉണ്ടെന്ന് പറഞ്ഞല്ലാതെ പ്രേക്ഷകരെന്താ ധരിക്കുന്നത്? അല്ല, രാവിലെ കിട്ടുന്നില്ല എന്ന്. രാവിലെ പാൽപ്പായസം അറിഞ്ഞില്ല, നാളെ ശരിയാക്കാം. ഉച്ചയ്ക്ക് ഏതായാലും 2-3 തരം പായസം വച്ചിട്ടുണ്ട്. പായസം ഓണസദ്യ ജനം ടിവിയിലുണ്ട്. പക്ഷെ ഇന്നലെ വീണ ഇവിടെ ഇരുന്ന് പറഞ്ഞ ഒരു അതിശയമുണ്ട്, നമ്മൾ ഓർക്കുന്നുണ്ടാവും. കാരണം തെക്കൻ ഓണവും വടക്കൻ ഓണവും തമ്മിലുള്ള ഒരു എന്താ വേർതിരിവ് അല്ലെങ്കിൽ പ്രത്യേകത അത് ഈ കല്യാണത്തിന്റെ പിറ്റേ ദിവസം അവിടെ പോയി കഴിച്ചപ്പോൾ അവിടെ നോൺ വെജ് ഉണ്ടായിരുന്നു എന്നത്. ഇതേ ഒരു അതിശയം നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞ് കണ്ണൂരിൽ എത്തിച്ച ശ്രീജിത്തിനുമുണ്ട്. കാരണം ശ്രീജിത്ത് തിരുവനന്തപുരംകാരനാണ്. ശ്രീജിത്ത് നേരെ കണ്ണൂരിൽ എത്തിയപ്പോൾ ദേ ഇരിക്കുന്നു അവിടുത്തെ സദ്യയിൽ മീനും ചിക്കനും ഒക്കെ. അപ്പോൾ അത് വലിയൊരു അതിശയത്തോടു കൂടി ശ്രീജിത്ത് നമുക്കും ആ കാഴ്ച ഒരുക്കിയിട്ടുണ്ട്. അതെ, പരിചയമില്ലാത്ത ആളുകൾക്ക് വീണ്ടും കാണാം. ഓണമെന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് തൂഷനിലയിൽ വിളമ്പുന്ന ഓണസദ്യയാണ്. വൈവിധ്യങ്ങൾ നിറഞ്ഞ വിഭവങ്ങളാണ് ഓണസദ്യയുടെ മോടി കൂട്ടുന്നത്. ഓണസദ്യ കണ്ണൂരിലേക്ക് എത്തുമ്പോൾ മീനും മട്ടനും ഇലയിൽ നിർബന്ധമാണ്. കണ്ണൂരിലെ ഒരു ഓണത്തിന് മറ്റൊരു രീതിയിലുള്ള ഒരു പൊലിമ കൂടുന്നത് ഈ ഭക്ഷണത്തിൽ, സദ്യയിൽ തൂശനിലയായിരിക്കും. അതിൽ ഒരുപാട് പച്ചക്കറികളുണ്ടാകും, പച്ചക്കറികളുടെ കറികളുണ്ടാകും. കൂടാതെ ഈ തൂശനിലയുടെ ഓരോ മൂലയിലും ഒരു അയക്കൂറിയുടെ ഒരു പീസ് അങ്ങനെ ഫ്രൈ ചെയ്തത്, അതുപോലെ തന്നെ ചിക്കൻ, അങ്ങനെ ചിക്കൻ്റെ കറി, അങ്ങനെ ഒരു സമൃദ്ധ ഉണ്ടാകും നോൺ ഫുഡിന്. അതിനും ആവശ്യക്കാർ ഏറെയുണ്ട്. അത് നമുക്കൊരു വൈവിധ്യമാണല്ലോ ഈ ഓണം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു നമ്മുടെ സംസ്കാരമാണ്. അപ്പോൾ കണ്ണൂരിലെ ഒരു സംസ്കാരമാണ് ഇത്. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും തിരുവോണ നാളിൽ ഓണസദ്യയിൽ നോൺ വെജ് പതിവില്ല. ജനം, കണ്ണൂർ. തിരുവോണദിന പുത്തൻ പുലരി സമാപിക്കാൻ ഇനി നിമിഷങ്ങൾ മാത്രം ബാക്കി. ഈ സൈഡിൽ ഒരു സഹോദരിയുള്ള കാര്യം മറന്നതല്ല, പക്ഷെ ആ സൈഡിൽ നിന്ന് ഇങ്ങനെ കലപില പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശബ്ദം കേൾക്കുന്ന ഡയറക്ഷനിലേക്ക് നോക്കി പോവുക സ്വാഭാവികമാണ്. അതുകൊണ്ട് മാത്രമാണ് പ്രേക്ഷകർ തെറ്റിദ്ധരിക്കരുത്. ഇവിടെയുള്ള സഹോദരിയാണെങ്കിൽ ഒന്നും മിണ്ടുമില്ല, അങ്ങോട്ട് നോക്കിയാലല്ലാതെ. അപ്പോൾ സഹോദരിയുടെ അടുത്ത വിഭവം എന്താണെന്ന് പറയൂ. എന്തായാലും നമ്മളെ മാത്രമല്ല ഇത്രയും നാൾ പ്രേക്ഷകർ കണ്ടിട്ടുണ്ട്. നമുക്ക് ഡെസ്കിലെ ഓണം കൂടി അറിയണ്ടേ. അവിടെ ജോലി ചെയ്യുന്ന കുറെ കൊച്ചു കൂട്ടുകാരും വലിയ കൂട്ടുകാരും ഒക്കെ ഉണ്ട്. അത് പറയുമ്പോൾ ഉണ്ട്, നമ്മൾ കളിച്ചും ചിരിച്ചും തമാശ പറഞ്ഞും പ്രേക്ഷകരും ആഘോഷിക്കുന്നുണ്ട്. എന്റെ ശരി, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ നമ്മുടെ കുഞ്ഞനുജത്തിമാരെ കുറിച്ചാണ് ഉദ്ദേശിച്ചത്. ഞാൻ പറയുന്നത് നമ്മൾ കളിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യുമ്പോഴും ഇവിടെ 5 മണിക്കാണ് ഷിഫ്റ്റ് തുടങ്ങുന്നത്. ആ 5 മണി മുതൽ ഇവിടെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ ജോലി ചെയ്യുന്ന ധാരാളം പേരുണ്ട്. അപ്പോൾ ഇവർക്കും ഒക്കെ ആഗ്രഹമുണ്ടാകും സ്വന്തം വീട്ടിൽ സദ്യയൊരുക്കി ഓണം കൂടണം എന്ന്. അവിടെയും കുടുംബമുണ്ട്, മക്കൾ ഉണ്ട്, അല്ലെങ്കിൽ അച്ഛനമ്മമാരുണ്ടാവാം, സഹോദരങ്ങളുണ്ടാവാം. അത് മാറ്റി വെച്ചിട്ടാണ് ജനം ടി വിയുടെ ഓണം പ്രേക്ഷകർക്കായി പൊലിമയുള്ളതാക്കാൻ, ഗംഭീരമാക്കാൻ അവരിവിടെ വന്നത് എന്നുള്ളത് കൂടി പ്രേക്ഷകരോട് ഒന്ന് പറയുന്നു. ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഞാൻ എങ്ങനെ താഴേക്ക് പോകും എന്നുള്ളതാണ് കാണാം. എന്തായാലും നമുക്ക് അതൊക്കെ ഒന്ന് കാണാം. നാൽവർ സംഘത്തിനും തിരുവോണാശംസകൾ നേരുന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് ഡെസ്കിലാണ്. പ്രേക്ഷകർ പലരും ആവശ്യപ്പെട്ടിരുന്നു ഡെസ്കിലുള്ളവരുടെ അണിയറ പ്രവർത്തകരുടെയൊക്കെ ഓണം എങ്ങനെയാണ് എന്നൊന്ന് അന്വേഷിച്ച് വരണമെന്ന്, അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് അവരിലേക്കൊക്കെ പോകേണ്ടതുണ്ട്. നമുക്ക് ചോദിക്കാം, ഓണം വീട്ടിലാണ്, വീട് അടുത്താണ്, എന്നിട്ട് പോലും പോകുന്നില്ല ഓണത്തിന്? പോകാൻ പറ്റിയില്ല, ലീവ് കിട്ടിയില്ല. ഇവിടെ അടിച്ചു പൊളിക്കും, സന്തോഷം. സദ്യ ഉണ്ട് ഉച്ചയ്ക്ക്. ജനത്തിലെ ആദ്യത്തെ ഓണമാണ്. സന്തോഷമായിട്ട് അടിച്ചു പൊളിക്കണം. അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ നമ്മൾ പോവാണ്. അടുത്ത അശ്വതി, നിറഞ്ഞ ചിരിയാണ്. നമ്മുടെ ഡെസ്കിലെ കുഞ്ഞുകുട്ടി. ഓണം എങ്ങനെയാ? നല്ല ആദ്യത്തെ ഓണമാണ് ജനത്തിലെ. നല്ലതാണ്. പോരെ, കുറച്ചുകൂടെ ശരി. ഇനി ഇൻട്രസ്റ്റ്
ഇൻഡസ്ട്രിയില് നിതിനുണ്ട്, പിന്നെ എഡിറ്റർ ഉണ്ട്. എടാ ഓണം എങ്ങനെയാണ്? അപ്പൊ വീട്ടിൽ പോകുന്നുണ്ടോ? പോകുന്നുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ഇനി പോകും. എന്നിട്ട് അവിടെ സദ്യ ഇവിടുന്ന് കഴിക്കുന്നില്ല? സദ്യ ഇവിടുന്ന് ചെറുതായിട്ട് കഴിച്ചിട്ട് വീട്ടിൽ പോയി കഴിക്കും. അപ്പൊ ശരി, വളരെ ഹാപ്പിയാണല്ലോ. ഹാപ്പിയാണ്. അപ്പോൾ ഡെസ്കിൽ ഓണം ആഘോഷിക്കുന്നതിൽ വിഷമമുണ്ട്? ഡെസ്കിൽ സന്തോഷമേ ഉള്ളൂ. ഇത്രയും പേര് ഇരിക്കല്ലേ ഇവിടെ, സന്തോഷമേ ഉള്ളൂ. അതാണ് വൈബ്. പിന്നല്ല. ശരി, അപ്പോ വിഷ്ണു ഓണം ഹാപ്പിയാണ്. എവിടെയാണ് ഓണം ആഘോഷം? എത്താണ് എവിടെയാണ്? പറയൂ. പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാവർക്കും ഹാപ്പിയാണ്. ഞങ്ങളുടെ ഇതില് വെബില് ഒരു ചെറിയ നടൻ കൂടെയാണ് വിഷ്ണു. പക്ഷെ ഇപ്പൊ അഭിനയിക്കാൻ പറയാൻ പറ്റില്ല, അതുകൊണ്ട് പറയുന്നില്ല. ശരി, നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇവിടെ ഇരിപ്പുണ്ട്. പെൺകുട്ടികളുടെ ഒരു ഹരമാണ്. പെൺകുട്ടികളുടെ ഹരമെന്നല്ല, പെൺകുട്ടികൾക്ക് ഹരമാണെന്നാണ്. ഓണം എങ്ങനെയാ? അതെ, ഒരു മുണ്ട് പോലും ഉടുത്തോണ്ട് വരാതെ ഓണം ആഘോഷിക്കുകയാണ്. ഇന്ന് നമ്മളിങ്ങനെ ഒരു ലൈവ് കൊടുക്കണമെന്ന് പറഞ്ഞ കണ്ണാടിയൊക്കെ വെച്ചിട്ട് വന്നിട്ടുണ്ട്. സാധാരണയായിട്ട് കണ്ണാടിയൊന്നുമില്ല, 10 പേര് കാണേണ്ടതെന്നായിരിക്കും. ഇനി നമ്മൾ പോണത് നമ്മുടെ സുന്ദരമായ കാർഡുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ശ്രീമോനാണ്. ആളിച്ചിരിയുള്ളെങ്കിലും ആശയങ്ങൾ ഒരുപാടുണ്ട്. ശ്രീമോനെ, ഓണാഘോഷം എങ്ങനെയാണോ? കുഴപ്പമില്ല, അടിപൊളിയാണ്. സദ്യയൊക്കെ? സദ്യ ഇപ്പൊ ഇന്ന് നാട്ടിൽ പോവാണ്. നാട്ടില് ആഘോഷം ബാക്കി. ഇപ്പൊ നാട്ടിൽ ഓണാഘോഷം എന്നാ? നാട്ടിലെ ഓണാഘോഷം നാളെ തൊട്ട് തുടങ്ങും. അപ്പൊ അവിടെയാണ് അടിപൊളി. അവിടെയാണ് പുലിക്കളിയും കഴിച്ചിട്ട് വീട്ടിൽ പോകും. പുലിക്കളിയും കുമ്മട്ടിയും. പുലിക്കളിയുടെ അപ്പൊ ഓണം അവസാനിക്കുന്നത് തൃശ്ശൂരാണ്, പുലിക്കളിയോടെയാണ്. അപ്പം വേഷം കിട്ടില്ല, അല്ലെങ്കിൽ തന്നെ ഒരു പുലിയാണ്, അത് ഉറപ്പാണ്. ശരി, അമലൊക്കെ ഡെസ്കിന്റെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളാണ് അമല്. അപ്പൊ അമല് വളരെ ഹാപ്പി ആയിട്ട് രാവിലെ മുതൽ ഇവിടെ ഇരിപ്പോട്ട്. പക്ഷെ ഒരു മുണ്ടൊക്കെ കൊടുത്ത് വരാമായിരുന്നു. അമലെ ഓണം ആഘോഷിക്കുന്നത് എങ്ങനെയാണ്? കഴിഞ്ഞ ദിവസം നമ്മൾ ഗംഭീരമായിട്ട് ആഘോഷിച്ചതാണല്ലോ. ഇന്ന് ജനൻ ടി വിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്ത് നമ്മൾ അതുകൊണ്ടാണ് ആഘോഷിക്കുന്നത്. നമ്മുടെ ജീവിതം ഒക്കെയും വാർത്തയാണ്. അപ്പോൾ വാർത്തയാണ് നമ്മുടെ ഇന്നത്തെ സദ്യ. പക്ഷെ ഉച്ചയ്ക്ക് നമ്മൾ തിരുവോണ സദ്യ വേറെ കഴിക്കും അല്ലേ? എന്നാ നാട്ടിലോട്ട് പോണേ? തീരുമാനിച്ചിട്ടില്ല, ഇവിടുത്തെ എല്ലാം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ശരി. അശ്വിൻ, വെബിലെ മറ്റൊരു കടുവ. അപ്പോൾ അശ്വിൻ ഓണത്തെ കുറിച്ച് പറയട്ടെ. ഞാൻ പത്തനംതിട്ടക്കാരനാണ്. ഞങ്ങൾക്ക് ഓണം ഉത്രട്ടാതിയാണ്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഒരു പത്രത്തിൽ വർക്ക് ചെയ്യുന്ന സമയം തൊട്ട് ഓണം പൊതുവെ മാധ്യമ സ്ഥാപനങ്ങളിലാണ്. ഇത്തവണയും വലിയ മാറ്റമൊന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല. എല്ലാവർക്കും ഓണാശംസകൾ. അശ്വിൻ ഇളന്തൂര് ഒരു കവിയാണ്, അതുകൊണ്ടൊരു പാട്ട് നമുക്ക് പ്രതീക്ഷിക്കാം ഓണത്തിന്. അത് ചതിയായി പോകും, പ്രേക്ഷകരോട് കാണിക്കുന്ന ചതിയായി പോകും. അതാണ് നമ്മുടെ ഒരു പ്രത്യേകത. എന്താ, തൃശ്ശൂരുള്ള പുലികളിക്കാരൻ ഇവിടെ ഉണ്ട്. അപ്പോൾ പുലികളിയാണ് അവരുടെ ആഘോഷം. പത്തനംതിട്ടയിലായിട്ട് ഉത്രട്ടാതി വള്ളംകളിയാണ് അവിടെ ആഘോഷിക്കാൻ പോകും. അപ്പോൾ ഓണം അവസാനിക്കുന്നില്ല ജനൻ ടി വിയിൽ. ജനൻ ടി വിയിൽ ഓരോരുത്തരും അവരവരുടെ നാടുകളിലേക്ക് പോകുന്നതേ ഉള്ളൂ. നിഖിലുണ്ട്. അപ്പോൾ നിഖില് എങ്ങനെ, ക്രിക്കറ്റ് ഓണമാണോ ഫുട്ബോൾ ഓണമാണോ? ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യത്തെ മത്സരമാണ്. പിന്നെ ഈ കേരള ക്രിക്കറ്റ് ലീഗിൽ ഇന്ന് 2 മത്സരങ്ങളുണ്ട്. ഇപ്പോൾ സ്പോർട്സ് തന്നെയാണ് പ്രധാനമായിട്ടും. പിന്നെ വർഷങ്ങളായിട്ട് ജനൻ ടി വിയുടെ 2015 ഓണം മുതൽ ഇങ്ങോട്ട് ഏകദേശം 1-2 വർഷം മാത്രമാണ് ഇല്ലാതെ, ബാക്കി എല്ലാ വർഷവും തിരുവോണത്തിന് ഓഫീസിൽ തന്നെയാണ് ഓണം ആഘോഷിക്കുന്നത്. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങണം, വീട്ടിൽ സ്റ്റേഡിയത്തിൽ പോകണം. അതിനൊരു പ്രധാന കാരണമുണ്ട്. തിരുവോണത്തിന് ജോലി ചെയ്ത് അധികം പണിയെടുക്കണം. അതുകൊണ്ടാണ് നിഖിൽ എല്ലാ തിരുവോണത്തിലും ഡെസ്കിൽ തന്നെ ഉണ്ടാവും എന്ന് പറയുന്നത്. നമ്മുടെ എഡിറ്റർമാർ പലരും അവധിയിലാണ് കേട്ടോ. പല കസേരകളും ഒഴിഞ്ഞു കിടപ്പാണ്. പക്ഷെ ഉള്ളവരൊക്കെയും അങ്ങ് തിമിർക്കുകയാണ്. ഓണം എങ്ങനെയാടാ? ഓണം നല്ലതാണ്. അപ്പോൾ എങ്ങനെയാ ഇത്തവണ ആഘോഷം? ഇത്തവണ മോർണിംഗ് ഡ്യൂട്ടി ആയിരുന്നു. ഉച്ചയ്ക്ക് കെട്ടി പോയിട്ട് വീട് വീടോട് അടുത്ത് തന്നെ കാട്ടാക്കട. ഭാഗ്യവാൻ. അപ്പോൾ ഡ്യൂട്ടിയും ചെയ്യും, ഇവിടുത്തെ സദ്യയും കഴിക്കും, എന്നിട്ട് വീട്ടിൽ പോയി ആ സദ്യയും കഴിക്കും. രജനി, അപ്പോൾ നമുക്ക് ഓണാഘോഷങ്ങൾ ഡെസ്കിൽ ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ, പല കസേരകൾ ഒഴിഞ്ഞു കിടപ്പാണ്. അതിന് കാരണം പലരും ഇന്നലെയൊക്കെ പണികൾ പൂർത്തിയാക്കി അവരുടെ ആഘോഷം വീടുകളിലേക്ക് പോകുന്നവരുണ്ട്. എന്നാൽ പണി തുടർന്ന് ഓണം ഡെസ്കിൽ ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നവരുമുണ്ട്. ഏതായാലും ഇതാണ് ഞങ്ങളുടെ ഡെസ്കിലെ ഓണാഘോഷം. അപ്പോൾ നമുക്ക് വീണ്ടും പ്രദീപ് ജിയിലേക്ക് പോകാം. കൃഷ്ണൻ എന്ത് നല്ല മനുഷ്യനാണെന്നറിയോ? നന്മ നിറഞ്ഞവൻ കൃഷ്ണൻ. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒടുവിൽ ഉള്ളിലിരിക്കുന്ന അറിയാതെ ഇങ്ങ് വെളിയിൽ വരും. തിരുവോണത്തിന് വന്നു കഴിഞ്ഞാൽ വലുതായിട്ട് ജോലിയൊന്നും എടുക്കണ്ട. അതുകൊണ്ടാണ് ഇന്നലെ ഉത്തരാടത്തിന് ആൾ ലീവ് എടുത്ത് വീട്ടിൽ പോയി ഓണങ്ങൾ ഇന്നലെ നല്ല ജോലിയുള്ള ദിവസം പോവുകയും കൃഷ്ണരാജ് എവിടെയായിരുന്നു ഇന്നലെ? കൃഷ്ണരാജ് എവിടെയെന്ന് എല്ലാവരും അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ ഇതാണ് ഈ ഒന്നും നിഷ്കളങ്കനാണ്.
തീർന്നിട്ടില്ല. അവർ രണ്ടുകൂടെ വേറെ സ്ഥലത്ത് പോയി അവർ രണ്ടാളും കൂടി അടുത്ത സ്ഥലത്ത് പോയിട്ടില്ല. അവിടെ നിന്നൊക്കെ വിളിച്ച് പറയാൻ നമുക്ക് നോക്കാം. അപ്പൊ ഇനി പോകുന്നത് PCR-ലേക്കാണ്. PCR എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ കൺട്രോൾ റൂം. അതായത് ഈ ടെലികാസ്റ്റ് ഇവിടെ നിന്ന് എപ്പോൾ എന്തൊക്കെ ഓൺ എയർ പോകും എന്ന് തീരുമാനിക്കുകയും ചെയ്യുകയും ചെയ്യുന്നത് ഇവരാണ്. ഓരോ സമയത്തും ഞങ്ങളെ കാണിക്കണോ, ലൈവ് കാണിക്കണോ, നേരത്തെ തയ്യാറാക്കിയ പാക്കേജ് കാണിക്കണോ എന്നൊക്കെ അവിടെയുള്ള കൈകളിലാണ് ഈ സ്വിച്ചിങ്ങും എല്ലാം നടക്കുന്നത്. മാസ്റ്റർ കൺട്രോൾ റൂമുണ്ട്, പ്രൊഡക്ഷൻ കൺട്രോൾ റൂമുണ്ട്. അവിടെ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, ഒപ്പം ഓൺലൈൻ എഡിറ്റേഴ്സ് ഉണ്ട്. ഇതൊക്കെ സഹായിക്കാൻ ഓഡിയോ എഞ്ചിനീയർ ഉണ്ട്. PCR-ലെ ഓണം കാണാം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് PCR-ലാണ്. ഇവിടെ എല്ലാവരും ഒരു നിമിഷം പോലും തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത തിരക്കിലാണെന്നറിയാം. എന്നാലും നമ്മൾ ശല്യം ചെയ്യും. 2 ചുണക്കുട്ടികൾ, സുന്ദരി കുട്ടികളൊന്നും പറയൂല, അക്ഷയെ കൃഷ്ണപ്രിയ. അവരുടെ ഓണത്തെ കുറിച്ച് പെട്ടെന്ന് ചോദിക്കുക. അവർ തിരക്കിലാണ്. അക്ഷയ, ഓണം എങ്ങനെയാണ്? ഓണം ഇവിടെയാണ്. ഇവിടുന്ന് സദ്യയും കഴിച്ചിട്ട് വീട്ടിലോട്ട് പോകും. അവിടെയും പോയി കഴിക്കും. എല്ലാവർക്കും ഹാപ്പി ഓണം. ഹാപ്പി ഓണം ഗൈസ്. കൃഷ്ണ കുറച്ച് അടിപൊളിയാണ്. കൃഷ്ണ കഴിഞ്ഞ ദിവസം നന്നായിട്ട് പാടും. ഒരു പാട്ട്, ചെറിയ പാട്ട്. ഇപ്പൊ സമയമില്ലല്ലോ, തിരക്കല്ലേ, പിന്നെ പാടാം. ശരി, ഒറ്റയ്ക്ക് പാടിയാൽ ശരിയാവില്ല, അത് കൃഷ്ണക്കറി. അപ്പോൾ നമ്മുടെ അരുൺ ഇവിടെ ഇരിപ്പുണ്ട്. അരുണാണ് ഈ PCR-ന്റെ മേൽനോട്ടമൊക്കെ വഹിക്കുന്ന 3 പേരാണ് നമുക്ക് തൊട്ടടുത്തുള്ളത്. അതിൽ അരുണിലേക്ക് അരുണെ, ഓണം വീട്ടിൽ പോകുന്നുണ്ടോ? കൃഷ്ണയുടെ ഞാൻ ജനത്തിൽ ജോയിൻ ചെയ്തിട്ട് 10 കൊല്ലമായി. അതിൽ 2 ഓണം മാത്രമേ ജനം മിസ്സായി. ഒന്ന് എൻ്റെ കല്യാണം, ആദ്യത്തെ കല്യാണം ഒന്നുമില്ല, കല്യാണം. പിന്നെ മോള് ജനിച്ച് ചോറ് കൊടുത്തതിന് ശേഷം ആദ്യത്തെ ഓണം. ബാക്കി 8 ഓണവും തിരുവോണ ദിവസം PCR-നകത്താണ്. അത് മനഃപൂർവ്വം എടുക്കുന്ന ഡ്യൂട്ടിയാണ്. അതൊരു സന്തോഷം. എല്ലാവരുമായിട്ട് ആഘോഷിക്കാൻ സന്തോഷം. എല്ലാവരും ഹാപ്പി ഓണം. വീട്ടിൽ നമുക്ക് ഏത് ദിവസം വേണം ആഘോഷിക്കാം. ഓഫീസിലാകുമ്പോൾ ഓഫീസിൻ്റെ സൗകര്യങ്ങൾ ഒരുങ്ങുന്ന അനുസരിച്ചല്ലേ ഓണം ആഘോഷിക്കാൻ പറ്റും. അഭിഷേക് പറയൂ, ഓണം. ഓണം എല്ലാവർക്കും ഹാപ്പി ഓണം. ഇന്നലെ നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു, ഇന്ന് മോർണിംഗ് ഷിഫ്റ്റ് എടുക്കുന്നു. ശരി, അതൊരു സങ്കടമാണ്. ഓണമായിട്ട് ഉത്രാട ദിവസം രാത്രി മുഴുവൻ ഉറങ്ങാതിരിക്കുക. പിന്നെ ഓണം പിറ്റേന്ന് എന്തായാലും ഉറങ്ങാതിരിക്കുന്ന ഒരാൾക്ക് ആ ഓണം ശരിയായി ആസ്വദിക്കാൻ പറ്റില്ല. എന്നാലും എങ്ങനെയാണ് സദ്യ ഇവിടെ തന്നെ കഴിക്കോ? ഇവിടുന്ന് കഴിച്ചിട്ട് വീട്ടിൽ പോയി കിടന്നുറങ്ങുന്നു. ഓണത്തിന് ഉറക്കമാണ്. അപ്പോൾ ഹരീഷ് MCR-ആണ്. MCR-ന്റെ ചുമതല ഹരീഷിനാണ്. ഹരീഷ്, ഓണം അടിച്ചു പൊളിക്കുമെന്ന് ചോദിച്ചാൽ വീട്ടിൻ്റെ അടുത്ത് ക്ലബ്ബിൽ പരിപാടികളെല്ലാം നടക്കേണ്ടത്. ഇന്നലെ അവിടെ അത്തുവിട്ടിട്ട് രാവിലെ 7 മണിക്കുള്ള ഷിഫ്റ്റ് കയറിയത്. ഇനി പോയിട്ട് ബാക്കി പരിപാടിയും അവിടെ. ഇല്ല, ഉറങ്ങിയിട്ടില്ല. ഇപ്രാവശ്യത്തെ പ്രത്യേകത, എല്ലാ പ്രാവശ്യവും വീട്ടിൽ നിന്നാണ് ഓണസദ്യ കഴിക്കുന്നത്. ഇപ്രാവശ്യം ജനം TV ആ ഒരു സന്തോഷം. ഫസ്റ്റ് ടൈം ആയിട്ട് ഓഫീസിൽ വർക്ക് ചെയ്ത് അവിടെ നിന്ന് തന്നെ സദ്യ കഴിക്കുന്ന ആ ഒരു സന്തോഷം. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആർക്കും അങ്ങനെ ഓണം വീട്ടിൽ എളുപ്പം ആഘോഷിക്കാൻ പറ്റില്ല. പക്ഷെ സൗകര്യങ്ങൾ അനുസരിച്ച് ഇപ്പം ഞങ്ങൾ തിരുവനന്തപുരത്തുള്ളവർ ചെയ്യുന്നത് സാധാരണ ഈ ദൂരേക്കുള്ളവരെ ഞങ്ങൾ ഓണം ആഘോഷിക്കാൻ അങ്ങ് വിടും. എന്നിട്ട് തിരുവനന്തപുരത്തുള്ളവർ ഷിഫ്റ്റൊക്കെ അറേഞ്ച് ചെയ്ത് സദ്യ കഴിക്കാനൊക്കെ ആയിട്ട് വീട്ടിലെത്തുന്ന തരത്തിൽ നമ്മൾ കൈകാര്യം ചെയ്യാറാണ് പതിവ്. ഏതായാലും എല്ലാ പ്രേക്ഷകർക്കും, നിങ്ങൾ 4 പേർക്കും ഓണാശംസകൾ. കളരിക്കൽ പറയുന്ന ഒരു കാര്യം പറയട്ടെ വളരെ പെട്ടെന്ന്. മറ്റു ചാനലുകൾ മാറി മാറി നോക്കി വിമർശനം മാത്രം പോരല്ലോ, സന്തോഷത്തോടെ പറയട്ടെ. ഓണം പ്രോഗ്രാം ഹൃദയം കവർന്നു, നല്ല പ്രോഗ്രാമിന് അങ്ങനെ ജനം ഒന്നാമതാകട്ടെ എന്ന്. മറ്റുള്ളവർക്കൊക്കെ പോയി വന്നപ്പോഴും നമ്മളാണ് മികച്ചത്. ഈ മണിക്കൂറിൽ മാത്രമല്ല കേട്ടോ, ഈ ദിവസങ്ങളിലെല്ലാം ഈ മാറ്റം, ഈ പുതുമ, ഈ ആഘോഷം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓണം സൂപ്പറാണ്. അതെ, ഒരു എന്റർടൈൻമെന്റ് ചാനലും എത്തില്ല. നമ്മൾ ഈ ആഘോഷങ്ങളുടെ കൂട്ടത്തിൽ മേപ്പാടിയും ചുരുൾമലയും മുണ്ടക്കയും ഒക്കെ ചേർത്ത് പിടിക്കുകയാണ്. അവരെയും കൂടെ ചേർത്ത് പിടിച്ച് ആ കരുതലോണം കൂടി ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഈ ആഘോഷങ്ങളൊക്കെ നടത്തുന്നതും. മനസ്സിലുണ്ട്, ഒപ്പമുണ്ട് വയനാടിനോടൊപ്പം. ഇനി എനിക്ക് ഏക ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. ഇന്ന് ഈ അരുൺ LS ഇന്ന് എങ്ങനെ വീട്ടിൽ പോകും, ഏത് വീട്ടിൽ പോകും? കൃഷ്ണരാജ് അടുത്ത് ചെന്ന് നിന്നതേ ഉള്ളൂ. എന്റെ എത്രാമത്തെ കല്യാണം വരെ പുള്ളി മറന്നു. എന്ത് ചെയ്യും, നമുക്കൊരു ഗ്രാഫിക്സിലേക്ക് പോയിട്ടില്ല. അവിടെ എന്ത് കലഹം ഉണ്ടാക്കിയെന്ന് ഒന്ന് നോക്കാം. അവിടെ എന്താണ് ഉണ്ടാക്കുന്നത്. ഗ്രാഫിക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോവാണ് അവിടുത്തെ ഓണം കാണാൻ. നമ്മുടെ ഗ്രാഫിക്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പോൾ ഗ്രാഫിക്സ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ പണി നടക്കുന്നത് കൊണ്ട് പക്ഷെ ഒരു 4 ദിവസമായിട്ട് സിദ്ധു ഒന്നും ഉറങ്ങിയിട്ടില്ല. കാരണം ഓണം പരിപാടികളുടെ തിരക്കാണ്, അതിൻ്റെ മൊണ്ടാഷുകൾ ഉണ്ടാക്കണം. അപ്പോൾ സിദ്ധു, ഇപ്പോൾ ഓണം എങ്ങനെയാണ് ഈ വർഷം? ഈ വർഷം ഒരു ഓഫീസ് ഓണമാണ്. കഴിഞ്ഞ വർഷം ഓഫീസ് ഓണമായിരുന്നു, പക്ഷെ തിരുവോണത്തിൻ്റെ അന്ന് എനിക്ക് പോകാൻ പറ്റി.
പക്ഷെ ഇത്തവണ അതും നടക്കുമെന്ന് തോന്നുന്നില്ല. നല്ല രീതിയിൽ പണിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു സന്തോഷമുള്ള ദിവസമാണ് ശരിക്കും. ഓഫീസിലുള്ള നമ്മളെല്ലാവരുമായിട്ട് ഒരുമിച്ചിരുന്ന് ഇനി ഉച്ചയ്ക്ക് സദ്യയൊക്കെ കഴിച്ച് നല്ലൊരു വൈബായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓണത്തിന് മാത്രമല്ല എല്ലാ ദിവസവും സിദ്ധുവിന് ഇങ്ങനെയാണ് ഒരു അല്ല, ഒരു അതിഥി തൊഴിലാളിയാണ്. നമ്മുടെ കേരളക്കാരനല്ല, മലയാളിയാണ്. പക്ഷെ ബോർഡറിന് അപ്പുറത്താണ്, തമിഴ്നാട്ടുകാരൻ. അവിടെ ഓണം എങ്ങനെയാണ്? അവിടെ ഇതേപോലെയൊക്കെ തന്നെയാണ്, ഒരു മാറ്റവും. സെയിം നമ്മുടെ കൊല്ലങ്കോടാണ് സ്ഥലം. കൊല്ലങ്കോട് കന്യാകുമാരി ജില്ലയിലാണ് വരുന്നത്. സെയിം മലയാളികൾ എങ്ങനെയാണോ ഓണം ആഘോഷിക്കുന്നത് അതുപോലെ തന്നെയാണ് ഞങ്ങളവിടെയും ഓണം ആഘോഷിക്കുന്നത്. മലയാളിയാണ്. അപ്പൊ ശരി, നമുക്ക് ഒരാളെ കൂടെ ഗ്രാഫിക്സിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഗോപിക ഡെസ്കിലാണ്. പക്ഷെ അവിചാരിത ഇവിടെ വെച്ച് കണ്ടുമുട്ടിയതാണ്. രാവിലെ പണിക്ക് കയറാൻ വയ്യ. ശരി, ഒന്നുകൂടെ പറഞ്ഞോ. എന്റെ ഇവിടുത്തെ ആദ്യത്തെ ഓണാണ്. എന്താ ഭയങ്കര ഹാപ്പിയാണ്. എല്ലാ ജനം ടിവിയിലെ പ്രേക്ഷകർക്കും എന്റെ ഓണാശംസകൾ. ഏതാണ്ട് അതിഥി പറയുമ്പോലുണ്ടല്ലോ, ഏതോ സിനിമയിൽ ലൊക്കേഷനിൽ വന്നിട്ട് നമ്മൾ ചോദിക്കുന്ന ഉത്തരം പറയുന്നു. ശരി ഗോപിക, അപ്പൊ വളരെ സന്തോഷം. കൃഷ്ണ പോകുന്നിടത്തൊക്കെ കുഴപ്പമുണ്ടായിക്കൊണ്ട് വരാം. ഗോപിക ഒന്ന് കാണണമല്ലോ. ഗോപിക എന്തെടുക്കായിരുന്നു ഗ്രാഫിക്സിൽ നിന്ന് അന്വേഷിക്കണമല്ലോ. ഏത് വഴിയൊക്കെ പോയി അവിടെ ഒക്കെ ഗോപിക എല്ലായിടത്തും ഓടി നടന്നിങ്ങനെ കൃഷ്ണനെ പറഞ്ഞത് അങ്ങനെ. ഗോപിക ന്യായീകരിക്കാല്ലേ? അല്ല, അതൊക്കെ ഇരിക്കട്ടെ. അതിന് തൊട്ട് മുമ്പ് അരുണിലേക്ക് നമ്മൾ പ്രത്യേകമായിട്ട് വരുന്നുണ്ട്. ആദ്യ കല്യാണം കഴിഞ്ഞ വിശേഷം മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. പക്ഷെ അക്ഷയ വയലന്റ് ആവുന്നുണ്ട്. പ്രോഗ്രാം വിഭവങ്ങൾ നമ്മൾ ഇനി അങ്ങോട്ട് കൊടുക്കാൻ 9 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആയിരിക്കുന്നു. പുത്തനത്തിന് വൈൻഡപ്പ് ചെയ്തില്ലെങ്കിൽ എന്ന അന്ത്യശാസനം വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇന്നത്തെ പുത്തൻപുലരി അവസാനിപ്പിക്കാം അല്ലേ? എല്ലാ പ്രേക്ഷകർക്കും തിരുവോണദിന ആശംസകൾ ഒരിക്കൽ കൂടി നേരുന്നു. എവിടെ പോകരുത്. വിഭവ സമൃദ്ധമാണ് ജന ടിവിയിൽ ഇന്നലത്തെ തുടർച്ചയുണ്ട്. ഇന്ന് പുതിയതുണ്ട്, പാട്ടുണ്ട്, നൃത്തമുണ്ട്, സിനിമാ കഥയുണ്ട്. എന്താ ഇല്ലാത്തതെന്ന് മാത്രം നോക്കിയാൽ മതി. നമസ്തേ. തിരുവോണാശംസകൾ.